ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. ധർമ്മപ്രോജ്ജിതഗീതഹോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വസ്തു ശിവദം താവത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യനേത്രകൃതിഭിः ശുശ്രൂഷുഭിസ്സർച്ചാ. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദംഗദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. യം രൗരജന്തമനുപേതമവേദഹൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. തൃതീയ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായം കപിലോപദേശത്തിന്റെയും അവസാനം. കപിലോപദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ ദേവഭൂതി മുക്തി പ്രാപിച്ച കാര്യമാണ് ഈ അധ്യായത്തിലെ 33ാമത്തെ അധ്യായത്തിലെ വിഷയം. അതാണ് വായിക്കാം. മൈത്രേയ ഉവാച ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ സാ കബ്ദമസ്യ ദയിത കില ദേവഭൂതിഃ. വിസ്രസ്തമോഹപടലാത്തമഭിപ്രണമ്യ തുഷ്ടാവ തത്വവിഷയാഞ്ജിതസിദ്ധിഭൂമിം. കപിലസ്യ വചഃ നിശമ്യ. ഏവം കപിലസ്യ വചഃ നിശമ്യ. കപിലന്റെ ഉപദേശങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കഴിഞ്ഞു. അമ്മ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും അദ്ദേഹം സ്വമേധയാ പറഞ്ഞു കൊടുത്തു. അമ്മ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് അതിനൊക്കെ മറുപടിയും പറഞ്ഞു. കൂടാതെ കണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വഴിയായിട്ട് അദ്ദേഹം തന്നെ അമ്മയെ ഉപദേശിച്ച് മുക്തിക്കുള്ള മാർഗം എന്താണ് എന്നുള്ളതിന് അമ്മയ്ക്ക് ഏറ്റവും യോജിച്ചതായ മാർഗം ഏത് എന്നുള്ളതും കൂടി എടുത്തു പറഞ്ഞു. ഇങ്ങനെ കപിലന്റെ കപിലന്റെ ഉപദേശം കേട്ടിട്ട് അർത്ഥം. ഏവം നിശമ്യ കപിലസ്യ വചഃ ജനിത്രി. ജനിത്രി എന്നുള്ള വാക്കിന് അമ്മ നർത്ഥം. കപിലനെ പ്രസവിച്ച അമ്മ ജനിത്രി. സാ കർദമസ്യ ദയിത കില ദേവഹൂതി. കപിലന്റെ അമ്മയായത് എങ്ങനെ എന്ന് വെച്ചാൽ കർദമന്റെ ഭാര്യ ആയതുകൊണ്ടാണ്, കർദമന്റെ ദയിത ആയതുകൊണ്ടാണ് കപിലന്റെ അമ്മയായത്. അപ്പോ കപിലനുള്ള പോലെ തന്നെ ഒരു മഹാത്മ്യം കർദമനും ഉണ്ടെന്നർത്ഥം. അവരുടെ ദേവഹൂതികളെ ഭർത്താവും പുത്രനും ഒരുപോലെ മഹായോഗ്യന്മാരായിരുന്നു. ഇതാണ് പറയുന്നത്. അവര് കർദമസ്യ ദഹിത, കർദമന്റെ ഭാര്യയായ ദേവഹൂതി. ഇതോടുകൂടി, ഈ ഉപദേശം കേട്ടതോടുകൂടി വിസ്രസ്ത മോഹപടല, മോഹം എന്ന പടലം, ആവരണം, കാഴ്ചയെ മറയ്ക്കുന്നതായ ആവരണം, അജ്ഞാനമെന്ന ആവരണം, ജ്ഞാനത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന അവിദ്യ എന്ന ആവരണം, അത് സ്രസ്തമായി, അത് പൊഴിഞ്ഞുപോയിന്നോ, അത് ഊർന്നുപോയിന്നോ ഒക്കെ അർത്ഥം പറയാം. ശ്രംസിക്കുക എന്ന് പറഞ്ഞാൽ വഴുതിപ്പോവുക, വീണുപോവുക എന്നൊക്കെ അർത്ഥം. വഴുതി വീഴുക എന്നൊക്കെ പറയുന്നില്ലേ. ഗാന്ധീവം ശ്രംസതേ ഹസ്ത, കയ്യിന്നിങ്ങനെ നഴുവി വീണുപോകലാണ്. ഇവിടെ മോഹപടലം എന്നുള്ളത് വീണുപോയി, ഊർന്നു വീണുപോയി എന്ന് പറഞ്ഞാൽ ജ്ഞാനം തെളിഞ്ഞു എന്നർത്ഥം. വിസ്രസ്ത മോഹപടല, അജ്ഞാനമെല്ലാം നീത്തം അഭിപ്രണമ്യ. ഞാൻ കപിലനെ അങ്ങോട്ട് നമസ്കരിച്ചു തുടങ്ങി. അമ്മ മകനെ അങ്ങോട്ട് നമസ്കരിച്ചു. താം അഭിപ്രണമ്യ, നമസ്കരിച്ചിട്ട് തുഷ്ടാവ, സ്തുതിച്ചു. അതായത് മകൻ എന്നുള്ള ഭാവം തീരെ ഇല്ല എന്നല്ല, പക്ഷെ ശരിയായിട്ടുള്ള സ്വരൂപം, ഭഗവത് സ്വരൂപം തന്നെയാണ് തന്റെ മകന്റേത് എന്നുള്ളത് കൊണ്ടാണ് ആ അഭിപ്രണമ്യ എന്ന് പറഞ്ഞത്. മകനെ
അമ്മ നമസ്കരിക്കുക എന്നുള്ളത് അസാധാരണമാണ്. എന്നാലും ഭഗവത് സ്വരൂപമാണെന്നുള്ളത് കൊണ്ട് അമ്മ അതേ ഭാവത്തിൽ തന്നെ നമസ്കരിച്ചു മകനെ. താം അഭിപ്രണമ്യ തുഷ്ടാവ, സ്തുതിച്ചു. സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് അർത്ഥമാണ്. നമ്മുടെ സാധാരണ സ്തോത്രം ചെല്ലുന്ന പോലത്തെ സ്തുതിക്കെന്നല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നന്ദി പറയാ, ഒരു സന്തോഷമായി എന്ന് പറയാൻ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ സ്തുതിക്കുക എന്നുള്ളത് പറയാറുണ്ട്. തുഷ്ടാവ. കപിലിനെ കുറിച്ചൊരു വിശേഷണം പറയുന്നു. തത്വവിഷയാങ്കിത സിദ്ധിഭൂമി. തത്വങ്ങൾ ഈ 24-25 തത്വങ്ങളായിട്ട് ലോകത്തിലെ സകല കാര്യങ്ങളും ഇതിലടങ്ങുന്നു. ഇതുകൊണ്ടാണ് ലോകമെല്ലാം ഉണ്ടായതും സ്ഥിതി ചെയ്യുന്നതും എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം. ആ തത്വങ്ങളെ, ആ തത്വവിഷയത്തിൽ അങ്കിത സിദ്ധിഭൂമിയും, ഭൂമി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, കൃഷി സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ തത്വങ്ങളെല്ലാം വിളയിച്ചവെന്നോ വേറെ എന്തെങ്കിലും ഒരു അർത്ഥം എടുത്തിട്ട് ആ സാഖ്യശാസ്ത്രത്തിന്റെ പ്രവർത്തകൻ എന്ന് സമഷ്ടിയായിട്ടൊരു അർത്ഥമാണ് വ്യാഖ്യാനത്തിൽ കാണുന്നത്. സാഖ്യശാസ്ത്ര പ്രവർത്തകൻ എന്നൊരർത്ഥമാണ് കൊടുത്തു കാണുന്നത്. തത്വവിഷയ അങ്കിത സിദ്ധിഭൂമി. അദ്ദേഹം കപിലിനെ സിദ്ധന്മാരുടെ കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിഭൂതി യോഗത്തിലൊക്കെ സിദ്ധാനാം കപിലോ മുനി എന്ന് ഭഗവാൻ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരിൽ വെച്ചും കപിലനാണെന്നൊക്കെ പറയുന്നു. അതാണ് സിദ്ധിഭൂമി. തത്വവിഷയാങ്കിത സിദ്ധിഭൂമി എന്ന് പറഞ്ഞ് കപിലിനെ വിശേഷിപ്പിക്കുന്നു. അതായത് അദ്ദേഹം പ്രണാമത്തിന് സർവഥാ യോഗ്യം തന്നെയാണെന്നർത്ഥം. തത്വവിഷയാങ്കിത സിദ്ധിഭൂമി. അതുകൊണ്ട് അദ്ദേഹം പ്രണമിക്കത്തക്ക യോഗ്യത ഉള്ളവൻ തന്നെയാണ്. വിസ്രസ്തമോഹപടലാതമഭിപ്രണമ്യ തുഷ്ടാവ തത്വവിഷയാങ്കിത സിദ്ധിഭൂമി. വായിക്കൂ. ഏവം നിശമ്യ കപിലസ്യ വജോ ജനിത്രീ സാകർദമസ്യ വിസ്രസ്തമോഹപടലാതമഭിപ്രണമ്യ തുഷ്ടാവതത്വവിഷയാങ്കിത സിദ്ധിഭൂമിം. ദേവഭൂതിരുവാച അഥാപ്യജുന്ദസ്സലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം ബഹുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദധ്യൗ സ്വയം യജ്ജഠരാജ്യജാതഃ. അഥ പദം പിടിച്ചു പറഞ്ഞോളൂ. അഥ അഭി അജഃ അന്തസ്സലിലേ ശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുഃ തേ ഗുണപ്രവാഹം സദശേഷബീജം ദധ്യൗ സ്വയം യജ്ജഠരാജ്യജാതഃ. യജ്ജഠരാബ്ജജാതഃ. ഒറ്റ വാക്ക്. യജ്ജഠരാബ്ജജാതഃ. യജ്ജഠരാബ്ജജാത, യാതൊരു ഭഗവാന്റെ ജഠരത്തിൽ നിന്ന് ഉണ്ടായ അബ്ജത്തിൽ ജനിച്ചവൻ. ജഠരം ഉദരം, അബ്ജം താമര. യാതൊരു ഭഗവാന്റെ ഉദരത്തിൽ നിന്ന് പൊങ്ങി വന്ന അബ്ജത്തിൽ ജനിച്ചവൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് സ്വയം ദധ്യവും, അങ്ങനെയുള്ള ബ്രഹ്മാവ് താൻ തന്നെ ദധ്യവും ധ്യാനം ചെയ്തു. എന്തിനാണ് ധ്യാനം ചെയ്തത്? തേ ബഭു, അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിച്ചു. താൻ എവിടുന്നാണ് താൻ ഉദ്ഭവിച്ചത് എന്നറിയാതെ കണ്ട് ബ്രഹ്മാവ് അന്തം വിട്ട താമരയിലിരിക്കുന്ന കഥയൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് എവിടുന്നാണ് കുതസ്വിരിതം അമ്പുതം സമജനീതി ചിന്താമക എന്നൊക്കെ പറഞ്ഞ നാരായണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് ഇതിന് എന്തെങ്കിലും ആധാരമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അതിനെ കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തലുണ്ടായി. ഇത് സാധിച്ചില്ല, കാണാനേ കഴിഞ്ഞില്ല. 100 സംവത്സരം ശ്രമിച്ചിട്ട് പോലും കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെ ധ്യാനനിരതനായിട്ടാണ് ഭഗവാന്റെ ദർശനം നേടുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. യജ്ജഠരാബ്ജജാതഃ തേ വപുഃ ദധ്യൗ. ആ വപുസിനെ വിശേഷണം പറയാണ്. അന്തസ്ഥലിലെ ശയാനം, ആ കാരണജലത്തിൽ ശയാനം കിടക്കുന്നവനായ
ഭൂതേന്ദ്രിയ അർത്ഥാത്മമയം. ഭൂത ഇന്ദ്രിയ ആത്മ അർത്ഥങ്ങൾ, ആത്മ ഇതെല്ലാം കൂടി ചേർന്ന ഭൂത ഇന്ദ്രിയ അർത്ഥ ആത്മമയം ഇതെല്ലാം ചേർന്നതായ അങ്ങയുടെ സ്വരൂപത്തെ ആണ് ദധ്യവും ധ്യാനിച്ചത്. ആ വകുപ്പിന് പിന്നീട് വിശേഷണം പറയുന്നു ഗുണപ്രവാഹം. ഗുണങ്ങളുടെ പ്രവാഹം യാതൊന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നർത്ഥം. ഗുണം യാതൊന്നിൽ നിന്ന് പ്രവഹിച്ചിരുന്നു. ത്രിഗുണങ്ങളുടെ പ്രവൃത്തി യാതൊന്നിൽ നിന്ന് ആരംഭിച്ചുവോ എന്നർത്ഥത്തിൽ എടുക്കാം. ഗുണപ്രവാഹം. സദശേഷ ബീജം. സത് ആയിട്ടുള്ള എല്ലാത്തിനും ബീജം. സത് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല. സത് ഏതാണ് സത്ത്, ഏതാണ് അസത്ത്? സത് കാരണം, അസത് കാര്യം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന പ്രപഞ്ചം കാണുന്നത് അതൊക്കെ സത്തായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന് അപ്പുറത്തുള്ളത് ശരിയായിട്ടുള്ള സത്ത് അപ്പുറത്താണ്. സദശേഷ ബീജം. സത് ആയിട്ടുള്ള എല്ലാത്തിനും ബീജം, ഉദ്ഭവസ്ഥാനം, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതിന് ബീജം എന്ന് പറയുന്നു. സദശേഷ ബീജം. അത് എവിടുന്ന? സർവപ്രപഞ്ചം സകലവും തന്നെ ഭഗവത് സ്വരൂപം തന്നെയായ സ്ഥിതിക്ക് ഈ കാണുന്ന സകലത്തിനും, ഇവിടെ സത്ത് എന്ന് പറഞ്ഞത് നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിന്, അശേഷ ബീജം എന്നർത്ഥം. ഗുണപ്രവാഹം സദശേഷ ബീജം ദധ്യൗ സ്വയം യദ്യഥരാബ്ജജാത. അന്തസ്സലിലെ ശയാനം പ്രളയാന്തർഭാഗത്ത് ശയിക്കുന്നതും. ശരി. ധ്യാനിച്ചു. ദധ്യൗ ധ്യാനിച്ചു. അഥ ആദ്യത്തെ രണ്ട് വാക്ക്. അഥ അപി അജഹ, മൂന്ന് വാക്ക്. അഥ അപി അജഹ. അഥ എന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു കാര്യം പറയാൻ പോവാണ്. പിന്നൊരു കാര്യം പറയാൻ പോകുന്നു. അജഹ അപി. അജൻ ബ്രഹ്മാവ്, ജനനമില്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ അജൻ എന്നുള്ള വാക്ക്. ഇവിടെ ബ്രഹ്മാവ്. അജഹ അപി. ആ അജന് പേരുണ്ടെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹത്തിനൊരു ജനനമുണ്ടായി. അതാണ് അവസാനത്തെ വരിയിൽ പറയുന്നത്. ജഠരാബ്ജ ജാത. ജഠരാബ്ജത്തിൽ ജനിച്ചവനാണ്. എന്നാലും അജൻ എന്നാണ് പറയുക. ബ്രഹ്മാവ് അജൻ എന്ന് പറയും. പക്ഷെ ഭഗവാന്റെ നാഭി കമലത്തിൽ ജനിച്ചവനാണ്. അഥ അപി അജഹ അന്തസ്സലിലേ ശയാനം, സലിലാന്തർഭാഗത്ത് ശയിക്കുന്നതും ഭൂതേന്ദ്രിയാർത്ഥാത്മമയവുമായ അങ്ങയുടെ വപുസ്സിനെ, അതിന് രണ്ട് വിശേഷണം കൂടി പറയുന്നു. ഗുണപ്രവാഹമാണത്. അതായത് ത്രിഗുണങ്ങളുടെ പ്രവർത്തനത്തിനും ഉദ്ഭവസ്ഥാനമാണ്. സദശേഷ ബീജം, സകലത്തിനും എല്ലാത്തിനും തന്നെ ബീജമായിട്ടുള്ളത്, ആധാരമായിരിക്കുന്നത്, അതിൽ ഉദ്ഭവസ്ഥാനമായിരിക്കുന്നത്. അത് പരിണമിച്ചാണ് ബാക്കിയെല്ലാം ഉണ്ടായത്. ഇതിനാണ് സദശേഷ ബീജം. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ സ്വയം ദധ്യൗ, താൻ ധ്യാനിക്കലുണ്ടായല്ലോ. ആ ബഹുസ് എന്ന് പറഞ്ഞ് പിന്നീട് ഇതിലേക്ക് അങ്ങനെയുള്ള ഭഗവാൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അതിലേക്കാണ് ചെന്ന് അന്വയിക്കുന്നത്. നോക്കാം നമുക്ക്. ശരി, ശ്ലോകം വായിക്കാം. എല്ലാം വായിക്കാം. ഗുണപ്രവാഹം സദശേഷ ബീജം സ്വയം അധാപ്യജുന്ദസലിലേശയാനം ഭൂതേന്ദ്രിയാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷ ബീജം ദധ്യൗ യജ്ജഠരാബ്ജജാതഃ സ ഏവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേന സഹ ഏവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേന വിഭക്തവീര്യഃ സർഗാദി അനീഹഃ അവിതഥാഭിസന്ധിഃ ആത്മേശ്വരഃ അതർക്യശക്തിഃ അതർക്യസഹസ്രശക്തിഃ സ ഏവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേന വിഭക്തവീര്യഃ സർഗാദി അനീഹഃ
അവിതഥാഭിസന്ധി ആത്മേശ്വര അതർക്യ സഹസ്രശക്തി സ ഏവ ഭവാൻ. അങ്ങനെയുള്ള അങ്ങ് തന്നെ ഭവാൻ തന്നെ വിധത്തെ ചെയ്യുന്നു, വിധാനം ചെയ്യുന്നു. സംവിധാനം ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടു. വിധാനം ഉണ്ടാക്കൽ നടത്തും. വിധാതാവ് ബ്രഹ്മാവാണല്ലോ സ്വതം. ഇവിടെ അതല്ല. എന്തുകൊണ്ട് ബ്രഹ്മാവ് വിധാതാവതാവുന്നു? എല്ലാം സൃഷ്ടിക്കുന്നു അദ്ദേഹം. വിധാനം ചെയ്യുന്നത് ബ്രഹ്മാവാണതുകൊണ്ട് വിധാത, ധാത രണ്ടുപേരും പറയാറുണ്ട്. ഇവിടെ ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടി കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത്. വിധത്തെ എന്താണ് ചെയ്യുന്നത്? സർഗാദി. മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് സർഗ ആദി. സർഗം തുടങ്ങിയവ ചെയ്യുന്നു. സർഗം, സ്ഥിതി, പ്രളയം, ഇത് മൂന്ന് കാര്യങ്ങളും ഭഗവാൻ തന്നെ ചെയ്യുന്നു. സർഗാദി ജന്മാദി അസ്യ എന്ന് പറഞ്ഞില്ലേ, അതേ തന്നെയാണ് സർഗാദി. ഭവാൻ വിധത്തെ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തിന്റെ ആണെങ്കിൽ വിശ്വസ്യ സർഗാദി. എന്തിന്റെ സർഗാദി? വിശ്വസ്യ സർഗാദി. വിശ്വത്തിന്റെ സർഗാദി. എന്തുകൊണ്ട്, എങ്ങനെ, ഏത് രീതിയിൽ, എന്തുകൊണ്ട്, കാരണം എന്നൊക്കെ പറയുന്നതെല്ലാം പറയാണ്. ഗുണപ്രവാഹേണ. ത്രിഗുണങ്ങളുടെ പ്രവാഹം കൊണ്ട്, ത്രിഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ട്. പ്രവാഹം അവിടുന്ന് ത്രിഗുണങ്ങൾ പലവിധത്തിലുള്ള കൂടിക്കലർന്നുകൾ, പലവിധത്തിൽ പ്രവാഹത്തിൽ പലതായിട്ട് കൂടിക്കലർന്നുകൊണ്ട് പല രൂപങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള കാര്യം നടത്താറിയാം നമുക്ക്. ഗുണപ്രവാഹേണ. അതുകൊണ്ട് പിന്നെ വിഭക്ത വീര്യ. തന്റെ വീര്യങ്ങളെ അതാത് വിഷയങ്ങളിൽ വിഭജിച്ചു കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. വിഭിന്നങ്ങളായ ശക്തിയോടുകൂടിയവൻ. വിഭിന്നങ്ങളായ ശക്തിയോടുകൂടിയവൻ തന്റെ വീര്യത്തെ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി കൊടുക്കും. അതിനെ വിഭജിച്ച്, നമ്മൾ വിഭജിച്ച് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഒരു വീര്യം തന്നെയാണ്. വിഭക്ത വീര്യാഹ. പലതിനും പലവിധത്തിലുള്ള ശക്തികൾ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മളുടെ ജ്ഞാനം കൊണ്ട് കാണുന്ന സമയത്ത് നമ്മൾ അതിനെ വേർതിരിച്ച് കാണുന്നു. ഭഗവാന് ഒരേ ഒരു ശക്തി തന്നെയാണ് ഭഗവാന്. നമ്മളേതായാലും നമ്മൾ ഓരോ കാര്യം നടക്കുന്നത് കാണുന്ന സമയത്ത് അതിന് വേണ്ടതായ ശക്തി ഭഗവാൻ ആ സമയത്ത് പ്രയോഗിച്ചു നമ്മൾ പറയും. അതാണ് വിഭക്ത വീര്യാഹ എന്ന് ഒരു വിശേഷണമായിട്ട് പറഞ്ഞത് മാത്രം. ഗുണപ്രവാഹേണ വിഭക്ത വീര്യ. അതും വിഭക്ത വീര്യനായിട്ട് തോന്നാൻ കാരണം എന്താ? ഗുണപ്രവാഹേണ. സത്വ രജസ്തമോ ഗുണങ്ങളുടെ പ്രവർത്തനം പലവിധത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്ന വീര്യവും വ്യത്യസ്തമാണെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ഗുണപ്രവാഹേണ വിഭക്ത വീര്യ. അങ്ങനെ സർഗാദി വിധത്തെ. സർഗാദി കാര്യങ്ങളെ ഭഗവാൻ വിധാനം ചെയ്യുന്നു, പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നൊരു വിശേഷണം ഭഗവാൻ പറയുന്നു. അവിതഥ അഭിസന്ധി. അഭിസന്ധി എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഒരു കാര്യം ഉദ്ദേശിക്കുക, സങ്കല്പം ഒക്കെ പറയില്ലേ. ഇന്ന കാര്യത്തിൽ അഭിസന്ധിയോടുകൂടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്തത് എന്ന് പറയും. ഇങ്ങനൊരു ഉദ്ദേശമുണ്ട്, ഇങ്ങനൊരു ഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ആ ഉദ്ദേശത്തിന് നമ്മൾ അഭിസന്ധി എന്ന് പറയും. ഭഗവാന്റെ അഭിസന്ധി എന്ത് തന്നെയായാലും അത് അവിതഥം. വിതഥം എന്ന് പറഞ്ഞാൽ അസത്യം, അവിതഥം സത്യം. അപ്പോ അവിതഥാഭിസന്ധി എന്ന് പറഞ്ഞാൽ സത്യസങ്കല്പനാണ് ഭഗവാൻ. ഭഗവാൻ എന്ത് സങ്കല്പിച്ചു അത് ഒരു മുടക്കവും കൂടാതെ കണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഭഗവാന്റെ സങ്കല്പ പ്രകാരം തന്നെയാണ് സർവവും സംഭവിക്കുന്നത്. ഭഗവാൻ സങ്കല്പിക്കുന്നതൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. അവിതഥാഭിസന്ധി. അതേസമയം ആത്മേശ്വര. തനിക്ക് താൻ തന്നെ ഈശ്വരനായിരിക്കുന്നവൻ. ആത്മേശ്വര. അതർക്യ സഹസ്രശക്തി. സഹസ്രശക്തി, ആയിരക്കണക്കിന് ശക്തി. നേരത്തെ പറഞ്ഞ വിഭക്ത വീര്യനായിട്ട് പറഞ്ഞപ്പോൾ അതാണ് ഈ എം ഒക്കെ പറയുന്നത്. സഹസ്രശക്തി, 1000 ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്തെന്നുള്ള അർത്ഥത്തിലേക്കാണ് 1000 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട്, ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ് ഈ സഹസ്ര വാക്കൊക്കെ ഉപയോഗിക്കുക. അതർക്യം, ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത. തർക്കിക്കുക എന്നത് സംസ്കൃതത്തിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കുക, യുക്തി കൊണ്ട് ചിന്തിക്കുക. യുക്തി കൊണ്ട് വാദിക്കുമ്പോഴും നമ്മൾ തർക്കിക്കുക എന്ന് പറയാറുള്ളത് മാത്രം. യുക്തി പ്രയോഗിക്കലാണ് തർക്കം. യുക്തി, ലോജിക് ഉപയോഗിക്കലാണ് തർക്കം എന്ന് പറയാം. അതർക്യം, ലോജിക്, യുക്തിചിന്ത കൊണ്ടൊക്കെ ഭഗവാന്റെ അനേകം എന്ന് പറയുന്ന ഈ ശക്തിയെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനോ വ്യവച്ഛേദിച്ച് പറയാനോ വിവരിക്കാനോ ഒന്നും സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ്
അതർക്യ സഹസ്ര ശക്തി. യുക്തി കൊണ്ട് അനുമാനം കൊണ്ടോ മറ്റു വിധത്തിലുള്ള കൊണോട്ടേഷൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഓരോ ഇതുകൊണ്ടൊന്നും ഭഗവാന്റെ ആയിരക്കണക്കിലുള്ള അപരിമേയമായ ശക്തിയെ പരിമേയമാക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അപരിമേയമാണത്, ഒരു പരിമാണത്തിൽ ഒതുങ്ങാത്തതാണ്, ഒരു യുക്തിചിന്തയ്ക്ക് പോലും ഒതുങ്ങാത്തതാണ് ഭഗവാന്റെ ശക്തി. അങ്ങനെയുള്ള ഭഗവാൻ സ ഏവ. അടുത്ത ശ്ലോകത്തിലേക്ക് ചേരണതൊക്കെ. സ ഏവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രമാഹേണ വിഭക്തവീര്യ സർഗാദി അനീഹ. അനീഹ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പറയാം. അനീഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ കണ്ട് എന്നൊരർത്ഥം പറയാം. ഈഹ എന്നുള്ള ആഗ്രഹം, രണ്ടർത്ഥവും പറയും. ഈഹ എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിക്കും പറയും, പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തിനും ഈഹ എന്നുള്ള വാക്ക് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അനീഹൻ എന്നുള്ള വാക്കിന് നിഷ്ക്രിയൻ എന്നൊരർത്ഥം പറയുന്നുണ്ട്. സർഗാദി വിഭക്തവീര്യ നിഷ്ക്രിയൻ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അനീഹ, ഭഗവാൻ ഒന്നും പ്രവർത്തിക്കാതെ വെറും സാക്ഷി മാത്രമായിട്ട് കേട്ടിരിക്കുന്ന, അധ്യക്ഷനായി മാത്രം ഇരിക്കുന്ന, മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. അപ്പൊ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഭഗവാൻ ഒരർത്ഥത്തിലാണ് ഇവിടെ നിഷ്ക്രിയ ഈ അനീഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അനീഹ സർഗാദി അനീഹ അവിത അഭിസന്ധി ആത്മേശ്വര അതർക്യ സഹസ്രശക്തി. സ ഏവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തശക്തിഃ സത്വം ധൃതോ മേ ജഹരേണ നാഥ കഥം नु യസ്യോദര ഏതദാസീത്. സത്വം ധൃതോ മേ ജഠരേണ നാഥ. അങ്ങനെയുള്ള അങ്ങ്, ഇത്രയെല്ലാം മഹിമ പറയാവുന്ന അങ്ങ്, ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് ഇങ്ങനെ അതർക്യ സഹസ്രശക്തി ഇതൊക്കെ ആയിട്ടുള്ള അങ്ങ് എന്റെ ഉദരത്തിൽ കിടന്നു എന്ന് പറയുമ്പോൾ ഒരു ആശ്ചര്യം തോന്നാണ് ദേവഹൂതിക്ക്. സത്വം മേ ജഠരേണ ഭൃത, എന്റെ ജഠരത്താൽ ഭരിക്കപ്പെട്ടു, എന്റെ ജഠരത്തിന് ഞാൻ അങ്ങയെ വഹിക്കലുണ്ടായല്ലോ. അത് കഥം നിന്നു, കഥം ഇതെങ്ങനെയാണ്? ഒരു ആശ്ചര്യം. ഈ ഇത്രയും അപരിമേയ പ്രഭാവനായ ഭഗവാൻ എന്റെ വയറ്റിൽ കടന്നു കുറിച്ചാണ് എന്നുള്ളത് കഥം നിന്നു. എന്താ കാരണം? യസ്യ ഉദരേ ഏതത് ആസി. യസ്യ ഉദരേ ഏതത് ആസി. ഏതത് ഇതെല്ലാം ഞാൻ ഈ പ്രപഞ്ചമല്ല. യസ്യ ഉദരേ യാതൊരുവന്റെ അന്തർഭാഗത്ത് ആസി ഇരുന്നുവോ. യാതൊരു ഭഗവാന്റെ ഉള്ളിലാണോ ഈ പ്രളയകാലത്തെ എല്ലാ പ്രപഞ്ചം സർവവും തന്നെ അടങ്ങിയിരിക്കുന്നത്? യസ്യ ഉദരേ യാതൊരുവന്റെ അന്തർഭാഗത്തിലാണോ ഏതത് ഇക്കണ്ടതെല്ലാം തന്നെ ആസി ഉണ്ടായിരുന്നത്. അതിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വിപുല വപുസ്സായ ആ ഭഗവാൻ എങ്ങനെ എന്റെ ഈ ചെറിയ വയറ്റിന്റെ ഉള്ളിൽ കിടന്നു എന്നുള്ളത് ആലോചിച്ചാലൊരു അന്തമില്ല എന്ന് പറയണം. സത്വം ഭൃതോ മേ ജഠരേണ നാഥ കഥം नु യസ്യോദര ഏതദാസി. പക്ഷേ അതിനൊരു സമാധാനം ഉണ്ട് താനും, ഇല്ലാതും പറഞ്ഞുകൂടാ. എന്താണ്? വിശ്വം യുഗാന്തേ വടപത്രേ ഏകഃ ചേതയസ്മാ എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങൊരു വടപത്രത്തിൽ ശിശുവായി കിടന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെ? അംഘ്രിപാന, കാലിന്റെ പെരുവരിലും കുടിച്ച് അങ്ങനെ കിടന്നതുണ്ടായിട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോ യുഗാന്തേ വിശ്വം യുഗാന്തേ വിശ്വം ഏതദാസീത് വിശ്വം. അത് ഈ വിശ്വം അതിലേക്ക് എടുക്കണം കേട്ടോ. ഏതത് ആസീത് വിശ്വം. യസ്യോദരേ ഏതത് ആസീത് വിശ്വം. ഞാൻ ഏതത് എന്നുള്ള വാക്കിന് തന്നെ പ്രപഞ്ചം എന്നുള്ള അർത്ഥം എടുത്തു. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതത് വിശ്വം ആസീത്. യുഗാന്തേ വടപത്രേ ഏകഃ ചേതയസ്മ. യുഗാന്തേ യുഗാവസാനത്തിൽ വടപത്രേ ഒരു ആലിന്റെ ഇലയിൽ, ഒരു പേരാലിന്റെ ഇലയിൽ
നമ്മൾ പല ചിത്രങ്ങളും കാണുന്ന അരയാലിന്റെ ഇലയല്ല കേട്ടോ, പേരാലിന്റെ ഇലയാണ്. വടപത്രത്തിലാണ്, വടപത്രശായിയാണ് ഭഗവാൻ. എന്റെ ചിത്രങ്ങളെ അരയാലിന്റെ ചിത്രം വരച്ച് കാണും. മറ്റേ വടപത്രത്തിന്റെ ഇതിലാണ്, വടപത്രശായി എന്നാണ് പറയാൻ. വടപത്രയും ഏക ശേതേ, ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല, ഒന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല എന്നുള്ള എടുത്തു പറയാണ്. ഏകഹ, പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ ഒതുങ്ങിക്കഴിഞ്ഞ സമയത്താണ് ശിശുവായിട്ട് അവിടെ കിടന്നിരുന്നത്. ലോകമില്ല. അപ്പൊ എന്താ അർത്ഥം? ലോകം മുഴുവൻ ഭഗവാന്റെ ഉദരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഭഗവാൻ ഒരു ശിശുരൂപത്തിൽ ഒരു വെറും വടപത്രത്തിൽ ശയിച്ചിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതാവാന്നുണ്ടെങ്കിൽ എന്റെ വയറ്റിലെ എന്റെ ഗർഭപാത്രത്തിൽ ശയിക്കുക എന്നുള്ളത് ആശ്ചര്യം തന്നെ ഇല്ലല്ലോ. അതായത് ഇതൊക്കെ ഭഗവാന്റെ ഓരോ ലീലകൾ മാത്രം. നമുക്ക് ആശ്ചര്യം തോന്നും, ഭഗവാൻ ആശ്ചര്യപ്പെടാനായിട്ടുള്ള വിഷയമൊന്നുമില്ല അതിലാണ് എന്ന് പറയാണ്. അർത്ഥം ഏതാണ്ടൊരു ആശയം മനസ്സിലായല്ലോ അല്ലേ? സത്വം സഹ ത്വം ഭൃതഃ മേ ജഠരേണ നാഥ കഥം യസ്യ ഉദരേ, ഉദരേ എന്നാണ് വാക്ക് അവിടെ കേട്ടോ. ഉദരേ ഏകഃ ഏതത് ആസീത് വിശ്വം യുഗാന്തേ വടപത്രേ. അവിടെ വടപത്രേ എന്നുള്ള വാക്കാണ് അവിടെ സന്ധിയിലെ വടപത്ര ഏക ആയിട്ട് വരുന്നത്. ശേതയസ്മ, ശേത എന്ന് പറഞ്ഞാൽ ശയിക്കുന്നു, ശേതയസ്മ ശയിച്ചു. മായാശിശു, മായാശിശുവായിട്ട് ശയിച്ചു. എങ്ങനെ? അംഘ്രിപാല, കാലും പിടിച്ചൊരു കറക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഉദരത്തിൽ ശയിക്കൽ എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് വിചാരിക്കാനില്ല എന്ന് സമാധാനിക്കുന്നത്. ശരി, വായിക്കും. സത്വം വൃഥോ മേ ജഠരേണ നാഥ കഥന്നു യസ്യോദര ഏതദാസി വിശ്വം യുഗാന്തേ വടപത്ര ഏകഃ ചേദേത്മമായാ ശിശുരംഘ്രിപാനഃ. സത്വം വൃഥോ മേ ജഠരേണ നാഥ കഥന്നു യസ്യോദര ഏതദാസി വിശ്വം യുഗാന്തേ വടപത്ര ഏകഃ ചേദേത്മമായാ ശിശുരംഘ്രിപാനഃ. ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജാം വിഭൂതയേ യഥാവതാരാസ്തവ സൂകരാദയസ്തഥായമത്യാത്മപഥോ. ത്വം ദേഹതന്ത്രഃ പ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാ അവതാരാः തവ സൂകരാദയഃ തഥാ അയം അഭി ആത്മപഥോപലബ്ധയേ. ഉത്തരാർത്ഥം പദം പിരിച്ചു പറഞ്ഞോളൂ. യഥാ അവതാരാः തവ സൂകരാദയഃ തഥാ അയം അഭി ആത്മപഥോപലബ്ധയേ. യഥാ തവ അവതാരാः, യഥാ തവ അവതാരാः, അങ്ങയുടെ അവതാരങ്ങൾ. ഇത് സൂകരാദയ, സൂകരൻ തുടങ്ങിയ വരാഹാവതാരം തുടങ്ങിയ അങ്ങയുടെ അവതാരങ്ങൾ. അതുപോലെ ഒരു അവതാരമാണ് ഈ കാണുന്ന എന്റെ മകനായിട്ട് ജനിച്ച കപിലൻ അനിച്ചതും അതുപോലത്തെ ഒരു അവതാരമാണ്. ഇത് എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നത് എന്ന് പൂർവാർത്ഥത്തിൽ പറയുന്നു. ത്വം ദേഹതന്ത്ര, അങ്ങ് ദേഹതന്ത്രനായി തീർന്നു. ദേഹതന്ത്രം എന്ന് പറഞ്ഞാൽ ദേഹത്തെ സ്വീകരിക്കുന്നവൻ, ദേഹത്തിൽ പരതന്ത്രനായി, ദേഹത്തിൽ കുടുങ്ങിക്കിടക്കുന്നവൻ ഒരർത്ഥം. വാക്കിന്റെ അർത്ഥം അതാണ്. ത്വം ദേഹതന്ത്ര, ദേഹത്തെ പരിപാലിക്കുന്നു. തന്ത്രപദത്തിന് പരിപാലനം നടത്തും. ഒരു ദേഹമെടുത്ത് അതിനെ വെച്ചുകൊണ്ടിരിക്കുക എന്നൊരർത്ഥത്തിൽ പറയാണ് ത്വം ദേഹതന്ത്ര. എന്തിനാണത്? പാപ്മനം പ്രശമായ, പാപാത്മാക്കളുടെ പ്രശമത്തിന്, ദുഷ്ടന്മാരെ നശിപ്പിക്കാനായിക്കൊണ്ട്. ഒന്നാമത്തെ കാര്യം, ദുർജനങ്ങളെ ശിക്ഷിക്കാനായിട്ടാണ്, അവരെ ഒതുക്കി നിർത്താനായിട്ട്. പ്രശമം, ശമിപ്പിക്കുക, ഒതുക്കി നിർത്തുക. ചിലരൊക്കെ ഒതുക്കിയാലും ഒതുങ്ങാത്ത ആൾക്കാരെ നശിപ്പിച്ചു കളയും. അതാണ് ഒതുക്കലിന്റെ അങ്ങേയറ്റം. ശരിയായിട്ടുള്ള ഒതുക്കൽ ചിലർ അങ്ങനെ ഒരു ഒതുക്കലിലേ ഒതുങ്ങുള്ളവര്. പ്രശമായ പാപ്മന. നിദേശഭാജാം വിഭൂതയേ, നിദേശഭാജാം വിഭൂതയേ. നിദേശഭാജാം എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേൾക്കുന്നവര്. നിദേശഭാജാം, നിദേശഭാക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അനുസരിക്കുന്നവർ, കൽപ്പിച്ചാൽ അനുസരിക്കുന്നു. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആജ്ഞാനുവർത്തികൾ അർത്ഥം പറയാം. താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ എങ്ങനെയാ വരുന്നത്? ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ഉത്ഭവിച്ച വേദങ്ങളാണ് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ.
അത് അനുസരിക്കുന്നവരൊക്കെ നിദേശവാക്കുകൾ തന്നെയാണ്. വേദോക്തമായ രീതിയിൽ ആസ്തികന്മാരായിട്ട് കഴിഞ്ഞുകൂടുന്നവർ നിദേശവാക്കുകൾ തന്നെയാണ് അർത്ഥം. നിദേശഭാജം, അതായത് ധർമാനുസൃതം ജീവിക്കുന്നവർ എല്ലാം പൊതുവെ ഭഗവാന്റെ നിദേശവാക്കുകൾ തന്നെയാണ്, ഭഗവാന്റെ ആജ്ഞാനുവർത്തികൾ തന്നെയാണെന്നർത്ഥം. നിദേശഭാജാം ച വിഭൂതയെ, അവർക്ക് ഐശ്വര്യമുണ്ടാവാനായിട്ട്, അവർക്ക് നന്മ ഉണ്ടാവാനും കൂടിയിട്ടാണ് ഈ രണ്ട് കാര്യത്തിനാണ് ഭഗവാനെ അങ്ങ് ഒരു ദേഹമെടുത്ത് ഭൂമിയിലേക്ക് വരുന്നത്. ത്വം ദേഹതന്ത്ര, അങ്ങ് ദേഹതന്ത്രനാവുന്നത് എന്തിനു വേണ്ടിയിട്ട്? പാപ്മനാം പ്രശമായ, ദുർജനങ്ങളെ നശിപ്പിക്കാനായിട്ട്. നിദേശഭാജം വിഭൂതയെ, നിദേശവാക്കുകളുടെ അങ്ങയുടെ ആജ്ഞകളെ അനുസരിക്കുന്നവരെ, ഭഗവൻ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ, ഭഗവാന്റെ മുഖത്തിൽ നിന്ന് വന്ന വേദങ്ങളെ അനുസരിക്കുന്ന അവരെ എന്ന അർത്ഥത്തിലെടുക്കാം നമുക്ക്. അവർക്ക് വിഭൂതയെ, അഭിവൃദ്ധി ഉണ്ടാവാനും ആണല്ലോ അങ്ങയുടെ അവതാരങ്ങൾ. അത് എടുത്തു പറയുന്നു. സൂകരാദി ചില അവതാരങ്ങളിലാണല്ലോ, അതുപോലെ തഥാ അയമഭി, അതുപോലെ അയമഭി ഈ അവതാരവും, അയമഭി ഈ അവതാരവും ആത്മപഥ ഉപലബ്ധയെ, ആത്മപഥം ആത്മജ്ഞാനം ആത്മജ്ഞാനം കിട്ടാനുള്ള വഴിയെന്ത്, ആത്മാവിലേക്ക് എത്താനുള്ള, പരമാത്മസ്വരൂപത്തിലേക്ക് എത്താനുള്ള വഴിയെന്ത് എന്ന് കാണിച്ചു കൊടുക്കുന്ന കാര്യത്തിനു വേണ്ടി, കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിനു വേണ്ടി അവതരിച്ചതാണ് അന്ന് ഈ സ്വരൂപത്തിൽ എന്റെ മകനായിട്ട് എന്നർത്ഥത്തിൽ പറയാണ്. ആത്മപഥ ഉപലബ്ധയെ, ഉപലബ്ധിച്ച കാണൽ, ആത്മപഥം ആത്മാവിലേക്ക് നയിക്കുന്ന പന്ഥ വഴി, ആത്മജ്ഞാനം എന്നർത്ഥം, ജ്ഞാനമാർഗം എന്നർത്ഥം, പരമാത്മജ്ഞാനമാർഗം വ്യക്തമാക്കുവാനായി എന്നർത്ഥം. തഥാ അയമപി ആത്മപഥ ഉപലബ്ധയെ എന്ന് പറയുന്നു. ത്വം ദേഹതന്ത്ര പ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയെ യഥാ അവതാരാഹ തവ സൂകരാദയ തഥാ അയമപി ആത്മപഥോപലബ്ധയെ. ശരി, വായിക്കൂ കൃഷ്ണമണി. തഥായമപ്യാത്മപഥോപലബ്ധയേ. ശരി, ചേർന്ന് വായിക്കാം. ത്വം ദേഹതന്ത്ര പ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാവതാരാസ്തവ സൂകരാദയസ്തഥായമപ്യാത്മപഥോ യന്നാമധേയശ്രവണാനുകീർത്തനാദ്യത്പ്രഹ്വണാദ്യസ്മരണാദപി ക്വചിത് സ്വാദോപി സദ്യഃ സവനായ കൽപ്പതേ ഉദ പുനസ്തേ ദർശനാത്. യന്നാമധേയശ്രവണാനുകീർത്തനാത്, പറഞ്ഞോളൂ. യന്നാമധേയശ്രവണാനുകീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാത് അഭി ക്വചിത് സ്വാദഃ അഭി സദ്യഃ സവനായ കൽപ്പതേ കുതഃ പുനഃ തേ ഭഗവൻ നു ദർശനാത്. യന്നാമധേയശ്രവണാനുകീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാത് അപി ക്വചിത് ശ്വാദഃ അപി. ശ്വാദൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ, ശ്വാക്കളെ ഭക്ഷിക്കുന്നവൻ, നായിറച്ചി തന്ന് കഴിയുന്നവൻ, അത്ര നീചയോനിയിൽ ജനിച്ചവൻ, അല്ലെ അങ്ങനെ ആ വൃത്തിയിൽ കഴിഞ്ഞുകൂടുന്ന അത്രയും മോശപ്പെട്ട വൃത്തൻ പോലും യാതൊരു ഭഗവാന്റെ നാമധേയ ശ്രവണം കൊണ്ടും, നാമധേയ യാതൊരു ഭഗവാന്റെ നാമധേയ ശ്രവണ അനുകീർത്തനം അതുകൊണ്ട്, യത് പ്രഹ്വണ യാതൊരു ഭഗവാനെ വണങ്ങുന്നതുകൊണ്ട്, ഇതൊന്നുമില്ലെങ്കിലും യത് സ്മരണാദപി ഭഗവാനെ സ്മരിക്കുക, അതെങ്കിലും ചെയ്യാം. എന്നാൽ പോലും നാമധേയം ശ്രവണം ചെയ്യുന്നു, നാമങ്ങൾ ഉച്ചരിച്ച് നാമസങ്കീർത്തനമൊക്കെ ചെയ്യുന്നു. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയോ അമ്പലോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭഗവാൻ നാമങ്ങൾ ആരും ഉച്ചരിക്കുന്ന കേൾക്കുന്ന സമയത്ത് ഭഗവാനൊന്ന് തലകുനിച്ചൊന്ന് വണങ്ങ യത് പ്രഹ്വണാത്, അതുമില്ല, ദേഹം കൊണ്ട് ആ പ്രവൃത്തി പോലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്മരണാദവി ഭഗവാനെ മനസ്സാ സ്മരിച്ചാൽ പോലും ഈ ശ്വാദഹാതി അങ്ങനെ സ്മരിക്കുന്ന
ചണ്ടാളൻ പോലും സദ്യ ഉടൻ തന്നെ സവനായ കൽപ്പതി. സവനം എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യൽ, അതിന് യോഗ്യനായിത്തീരുന്നു. അവൻ യാഗം വേണമെങ്കിൽ അവനെ വിളിച്ച് ഒരു യാഗം വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഭഗവത് നാമശ്രവണം ചെയ്ത് പുണ്യവാനായി തീർന്ന ചണ്ടാളനെ വിളിച്ച് വേണമെങ്കിൽ യാഗം ചെയ്യും. അത്രയും പരിശുദ്ധനായി തീരും അയാൾ എന്നർത്ഥത്തിൽ പറയാൻ അവിടെ. സ്വാദോപി സദ്യ സവനായ കൽപ്പതി. അങ്ങനെ ഇരിക്കെ അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയുടെ നാമം കേൾക്കുക, കീർത്തനം ചെയ്യുക, ഭഗവാനെ ഓർക്കുക, ഇത്ര അതും ഒരിക്കൽ ചെയ്താൽ തന്നെ സകൃത് എന്ന് പറയണം അവിടെ. സ്മരണാദവി ക്വചിത്, സകൃത്തല്ല ക്വചിത്, എപ്പോഴെങ്കിലും. ക്വചിത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്നൊക്കെ അർത്ഥം. ക്വചിത് എന്നുള്ള വാക്കിന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്നൊക്കെ സാമാന്യ അർത്ഥം പറയാം. സ്വാദോപി സദ്യ സവനാൻ കുത പുനഃ തേ ഭഗവൻ എന്നും ദർശന. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്ന് പറയാണ്. ധന്യധന്യമായി കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടണമോ അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. പരിശുദ്ധിയുടെ അങ്ങേയറ്റമായി കഴിഞ്ഞു. ഞാൻ അങ്ങേയറ്റത്തെ പരിശുദ്ധി എനിക്ക് കൈവന്നു കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ ഭംഗിന്തരെയാണ് പറയാൻ. ശരി. അയ്യോ, ശ്വാദോപി അതെ. യത്പ്രഹ്വണായസ്മരണായതി ക്വചിത് ശ്വാദോപി സദ്യസ്സവനായ കൽപ്പതേ ഉദ പുനസ്തേ ഭഗവൻ ദർശന. അഹോബത സ്വപരോദോ ഗരീയാൻ ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേ പുസ്തവസ്തേ ജുഹുബുസ്സസ്തുരാര്യ ബ്രഹ്മാനോ നാമ നന്ദിയേതേ. പദം പിരിച്ചു പറയുന്നത് കുറച്ചൊരു വിഷമമുണ്ട്. അഹോ ബത ശ്വപചഃ അതഃ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേപുഃ തപഃ തേ. തേപുഃ തപഃ തേ. തേപുസ്തപസ്തേ. മനസ്സിലായോ? തേപുഃ തപഃ തേ. തേപുസ്തപസ്തേ. എന്നെ കുറച്ച് നിർത്തി വായിച്ചാൽ മതി. ശരിയോ? തേപുസ്തപസ്തേ ജുഹുവുഹു. അടുത്ത വാക്ക് ജുഹുവുഹു. സസ്നുഃ ആര്യാഃ. ജുഹുവുഹു സസ്നുഃ ആര്യാഃ. സസ്നുഃ ആര്യാഃ. തേപുസ്തപസ്തേ ജുഹുവുസ്സസ്നുരാര്യാഃ. തേപുസ്തപസ്തേ ജുഹുവുസ്സസ്നുരാര്യാഃ. ശരിയോ? ബ്രഹ്മ അനൂജുഃ നാമ ഗൃണന്തി യേ തേ. അഹോബത സ്വപചഃ അപഃ ഗരീയാൻ. അതുകൊണ്ട് തന്നെ ഇക്കാരണം കൊണ്ട് തന്നെ ഇക്കാരണം കൊണ്ട് തന്നെ അഹോബത സ്വപചഃ. സ്വപച അർത്ഥം പറഞ്ഞ നായാടി തന്നെ, ചണ്ടാളൻ തന്നെ. ഗരീയാൻ വളരെ യോഗ്യനായിട്ടുള്ളവനാണ്, വളരെ വിശിഷ്ടനാണ്, ശ്രേഷ്ഠനാണ്. ഗരീയാൻ ഗുരു കനപ്പെട്ടവൻ. ഗരീയാൻ വെറും കനം കൂടിയ ആള്, ശ്രേഷ്ഠൻ, യോഗ്യൻ എന്നുള്ള അർത്ഥത്തിൽ പറയാണ് ഇവിടെ. അഹോബത സ്വപചോദോ ഗരീയാൻ. എങ്ങനത്തെ സ്വപചൻ എന്നാണെങ്കിൽ യജ്ജിഹ്വാഗ്രേ നാമ തുഭ്യം നാമ വർത്തതേ. അങ്ങയുടെ നാമം എന്നർത്ഥത്തിൽ തേ നാമ വർത്തതേ എന്നർത്ഥത്തിൽ പറയണം. യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം എന്ന് പറയുന്നു. ശരി. പിന്നെ പറയാണ് നാലാമത്തെ വരി നോക്കൂ. യേ തേ നാമ ഗൃണന്തി. ശ്ലോകത്തിന്റെ അവസാനത്തിൽ യേ തേ യേ തവ നാമ ഗൃണന്തി തേ, അല്ലെങ്കിൽ തേ അല്ല, സോറി, അവിടുത്തെ തേ നാമ ഗൃണന്തി യേ തേ നാമ ഗൃണന്തി. യാതൊരു കൂട്ട തേ നാമ അങ്ങനെയൊരു നാമത്തെ ഗൃണന്തി പറയുന്നു. യേ
തേ നാമ ഗൃണന്തി. അവിടെ മൂന്നാമത്തെ വരിയില് തേബുഹു തപഹ തേ ഒരു കണ്ടില്ലേ? തേബുഹു തപഹ തേ. ആ തേ അവർ എന്നുള്ള അർത്ഥത്തിലാണ്. സഹ തൗ തേ എന്നുള്ള തേ ആണത്. ആ തേ തേ യേ തേ നാമ ഗൃണന്തി തേ. അങ്ങയുടെ നാമം ആര് പറയുന്നു? അവർ. തേ തപഹ തേബുഹു. അവര് തപസ് തപിച്ചിട്ടുണ്ട്, തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അവര് തപസ് ചെയ്തിരിക്കുന്നു. ഇവർ ഭഗവാൻ നാമം ഉച്ചരിച്ചവൻ തപസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ എന്താർത്ഥം? തപസ് ചെയ്തതിന്റെ ഫലം അവന് കിട്ടിക്കഴിഞ്ഞു. അവൻ തപസ്വിയാണ്. ജുഹുവും ഹോമം ചെയ്തിരിക്കുന്നു അവൻ. എന്നുവെച്ചാൽ എന്താർത്ഥം? ഹോമം ചെയ്തതിന്റെ ഫലവും വേദോക്തമായിട്ടുള്ള യജ്ഞം ചെയ്തതിന്റെ ഫലവും അവനുണ്ട്. ജുഹുവും. അവർ സസ്നു സ്നാനം ചെയ്തിരിക്കുന്നു, തീർത്ഥസ്നാനം ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള അവർ ആര്യാഹ, ആര്യന്മാരാണ്, മഹായോഗ്യന്മാരാണ്, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർ. മാത്രമല്ല ബ്രഹ്മ അനൂജുഹു, അവർ ബ്രഹ്മത്തെ അനൂജുഹു എന്നുള്ള വാക്കിന് ഓത്ത് എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ? ഓത്, ഓത്ത്. ആ ഓത്താണ് ഈ ഓത്തു ചൊല്ലി എന്നുള്ള അർത്ഥത്തിലാണ് അനൂജുഹു എന്ന് പറയുന്നത്. ബ്രഹ്മ അനൂജുഹു, വേദം ഓതിയിട്ടുണ്ട് അവർ. അവർ വേദം ഓതിയിട്ടുണ്ട്. അനൂജുഹു, അനൂജുഹു. ഊജുഹു എന്നുള്ള വാക്കിന്റെ കൂടെ അനു എന്നൊരു ഉപസർഗം ചേർത്തതാണ് അനൂജുഹു. ഉവാച ഊജതു ഊജുഹു എന്ന് പറയുന്നതാണ്. അതിനാണ് അനു ഊജുഹു. ഊതിക്കും ചൊല്ലി കൊടുക്കുന്ന ഇയാള് ഏറ്റു ചൊല്ലാണ്ടോ ചെയ്യുന്നത്, ഒപ്പം ചൊല്ലുന്നു. അനു അനു ഊജു. അപ്പൊ മൊത്തത്തിൽ അതിന് വേദം ചൊല്ലാന്നർത്ഥം കിട്ടും. അനൂജാനൻ എന്നൊക്കെ പറഞ്ഞാൽ വേദം പഠിച്ചവൻ അർത്ഥം വരും. എന്തുകൊണ്ട്? അസോസിയേഷൻ കാരണം. അനൂജാനൻ എന്ന് പറഞ്ഞാൽ വേദം ചൊല്ലുന്നവൻ, വേദം പഠിച്ചവൻ എന്നൊക്കെ അർത്ഥം. ബ്രഹ്മ എന്നുള്ള വാക്കിനെ ഇവിടെ വേദം എന്ന അർത്ഥത്തിൽ പറയണം. ബ്രഹ്മ എന്നുള്ള വാക്കിനെ തന്നെ വേദം എന്നൊരർത്ഥം പറയും. പുരാണം ബ്രഹ്മസംഹിതം എന്നൊക്കെ പറയാനില്ലേ? ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. അവിടെ ബ്രഹ്മസംഹിതം എന്നുള്ള വാക്കില് ബ്രഹ്മപദത്തിന് വേദം എന്നാണ് അർത്ഥം. ഇവിടെ ബ്രഹ്മ അനൂജുഹു, അവർ വേദമെല്ലാം പഠിച്ച ഫലമാണ് ഇവർക്ക് കിട്ടുന്നത്. ഭഗവൻ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ, ഭഗവൻ നാമം ആരൊക്കെ ഭഗവൻ നാമം പറയുന്നുവോ അവർ എന്തൊക്കെയാണ് അവർക്ക് ഫലം? തേ തപസ്തേവു, അവർ തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജുഹുഹു, ഹോമം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സസ്നുഹു, തീർത്ഥസ്നാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവർ വേദപഠനവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ഫലം അവർക്ക് ഈ നാമോച്ചാരണം കൊണ്ട് തന്നെ ലഭിക്കുന്നു. അത്രയും മഹത്വമേറിയതാണ് ഭഗവൻ മഹിമ. ഭഗവൻ നാമത്തിന് അത്രയും മഹത്വമുണ്ട് എന്ന് പറയുന്നത്. ശരി, വായിക്കർത്താണ്. സ്വപചോദോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ. അതെ, ശരി. ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾക്ക് ക്ലീൻ ആയിട്ട് പറഞ്ഞു. തപ്പി തടയുന്ന ഭാഗങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് വായിച്ചു, വളരെ ഈസി ആയിട്ട് വായിച്ചു. ശരി, ചേർന്ന് വായിക്കും. അഹോപതോഗരീയാൻ യജ്ജിഹ്വാഗ്രേ തം ത്വാമഹം ബ്രഹ്മ പരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണു. അവസാനത്തെ വരി എല്ലാവർക്കും മനസ്സിലായി. വന്ദേ വിഷ്ണു കപിലം വേദഗർഭം. തം ത്വാം, അങ്ങനെയുള്ള അങ്ങയെ. തം ത്വാം അഹം വന്ദേ. അഹം വന്ദേ, ഞാൻ വന്ദിക്കും. വിശേഷണങ്ങൾ പറയുന്നു. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണ്. ബ്രഹ്മ പരമ്പുമാംസം, പരമപുരുഷനായ അങ്ങേ. പ്രത്യസ്രോതസി ആത്മനി സംവിഭാവ്യം. ആത്മനി, മനസ്സിൽ. പ്രത്യക്സ്രോതസി, പിന്തിരിഞ്ഞ് ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന മനസ്സിൽ. പ്രത്യക്സ്രോതസ്സായ ആത്മാവിൽ, മനസ്സിൽ, അന്തർമുഖമായ മനസ്സിൽ എന്നർത്ഥം.
പ്രത്യക് സ്രോതസ്സി, സ്രോതസ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, പ്രത്യക് പിന്തിരിഞ്ഞ്, പിന്നാക്കം എന്ന് പറഞ്ഞാൽ ബഹിർമുഖമായിട്ടല്ലാതെ കണ്ട് പുറമേക്കാണ് നമ്മളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറി നേരെ തിരിഞ്ഞ് അവനവന്റെ ഉള്ളിലേക്ക് ഒഴുകി അവനവനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയുള്ള മനസ്സിനിവിടെ പ്രത്യക് സ്രോതസ്സായ മനസ്സെന്ന് പറഞ്ഞു. പ്രത്യക് സ്രോതസ്യ ആത്മനി സംവിഭാവ്യം, വിഭാവനം ചെയ്യാൻ കഴിയുന്ന അങ്ങനെ പ്രത്യക് സ്രോതസ്സായ ആത്മാവിൽ മാത്രം വിഭാവനം ചെയ്യാൻ കഴിയുന്നവനും, അങ്ങനെ ആയാൽ മാത്രമേ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. പ്രത്യക് സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസ ധ്വസ്ത ഗുണപ്രവാഹം. ഗുണപ്രവാഹം കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും നടക്കുന്നത്. അതിനെ തന്റെ പരാക്രമം കൊണ്ട്, തന്റെ തേജസ് കൊണ്ട് അതിനെ ധ്വംസിച്ചവൻ, അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവൻ, വേണ്ടിവരുന്ന സമയത്ത് എല്ലാത്തിനെയും ധ്വംസിച്ച് തന്നിലേക്ക് തന്നെ ഒതുക്കുകയും ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്വതേജസ ധ്വസ്ത ഗുണപ്രവാഹം. അങ്ങനെയുള്ള വന്ദേ വിഷ്ണു സ്വരൂപം തന്നെയായ, വിഷ്ണു തന്നെയായ ആ കപിലനെ, എന്റെ മകനായി പിറന്ന കപില സ്വരൂപത്തിൽ ഇവിടെ മുന്നിലിരിക്കുന്ന നിനക്കിതാ നമസ്കാരം, ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ വന്ദിക്കുന്നു. ധ്വസ്തം, ധ്വംസിച്ചത്, ധ്വംസനം ചെയ്യാൻ കേട്ടില്ലേ? ധ്വംസിക്കപ്പെട്ടത് ധ്വസ്തം, ഗുണപ്രവാഹത്തെ ധ്വംസിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ മുഴുവൻ ഇല്ലാതെയാക്കുക. വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട എന്നുള്ള നിലയ്ക്ക് അതിനെ നിയന്ത്രിക്കുന്നവൻ അർത്ഥത്തിൽ പറയാം. വായിക്കോക്കോ. ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക് സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാദസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം ദേവദർശം. തം ത്വാമഹം ബ്രഹ്മ പരം പുമാംസം പ്രത്യക് സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. മൈത്രേയ ഉവാച ഈരിതോ ഭഗവാനേവം കപിലാഖ്യഃ പരഃ പുമാൻ വാചാ വിക്ലവയേത്യാഹ ആദരം ആത്മവത്സലഃ. ഈഡിതഃ ഭഗവാൻ ഏവം കപിലാഖ്യഃ പരഃ പുമാൻ. കപിലൻ എന്നു പേരുള്ള പരഹുമാൻ, പരമപുരുഷൻ തന്നെയായ ആ ഭഗവാൻ, കപിലൻ ഭഗവാൻ ഇപ്രകാരം ഈഡിതഃ സ്തുതിക്കപ്പെട്ടു. ഒരാൾ തന്റെ അമ്മയായ ദേവപൂജ. എന്നിട്ട് ആ കപിലൻ മാതരം ഇതി ആഹ, മാതരം ഇതി ആഹ, അമ്മയോട് ഇപ്രകാരം പറഞ്ഞു. മാതരം ഇതി ആഹ. വാചാ വിക്ലവയ, വിക്ലവം പറഞ്ഞാൽ കുറച്ച് ഗദ്ഗതത്തോടുകൂടി കുറച്ചൊരു വിഷമം തോന്നിയിട്ടുള്ള ആ ഒരു വാക്കു, അങ്ങനെയുള്ള വാക്കാൽ അദ്ദേഹം അമ്മയോട് സംസാരിച്ചു. വാചാ വിക്ലവയ ഇതി ആഹ മാതരം. എന്താ അമ്മയോട് തന്നെ വിക്ലവയായിട്ടുള്ള വാക്കുകൊണ്ട് കുറച്ചൊരു തഴുതെഴുത്ത ഗദ്ഗത കണ്ട അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അല്പം ഒരു വികാര ഇതോടുകൂടിയിട്ടാണ് സംസാരിക്കുന്ന അമ്മയോട്. കാരണം മാതൃവത്സല, അമ്മയോട് അത്രയധികം വാത്സല്യമുണ്ട്, അമ്മയോട് അത്രയും സ്നേഹം ഉള്ളതുകൊണ്ട് വാച വിക്ലവയ ഇതി ആഹ മാതരം മാതൃവത്സല. ഇങ്ങനെ തന്നെ വാച അവിക്ലവയ എന്നൊരു ഭാഗം, ഇതിലൊക്കെ അവിക്ലവയ, ഒരു വിധത്തിലുള്ള വൈക്ലവ്യം ഇല്ലാത്ത വാക്ക്, ഗംഭീരമായിട്ട് സംസാരിച്ചു, ഗംഭീര വാക്കുകൊണ്ട് മാതാവിനോട് പറഞ്ഞു. പക്ഷെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റേത് തന്നെയാണ് ഭാഷ പ്രത്യേകിച്ച് മാതരം മാതൃവത്സല. ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. എല്ലാവരും ഭഗവാൻ എന്നുള്ള ഇതിനൊന്നും അതീതനാണെന്നുള്ളത് കൊണ്ട് മാനുഷിക സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത, പ്രകടിപ്പിക്കാത്ത അങ്ങനെ ഒരു ഇതൊന്നും അല്ല ഭഗവാന്റെ സ്വഭാവം. ഒരു സ്ഥലത്ത് വളരെ കാരുണ്യശാലിയായിട്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. വാചാ വിക്ലവയേത്യാഹ മാതരം മാതൃവത്സല ഇതി ആഹ. നമുക്ക് ക്ലാസ് തുറന്നു പോവാം, നിർത്തണ്ട. വാചാ വിക്ലവയേത്യാഹ മാതരം മാതൃവത്സല പറയാണ്. ഇതി ആഹ ഇങ്ങനെ പറയും. എന്താ? മാർഗേണ അനേന മാതഃ തേ സുസേവ്യേന ഉദിതേന മേ ആസ്ഥിതേന പരാം കാഷ്ഠാം അഹിരാം അകരോസ്യസി പറയണം.
അചിരാദവരോത്സ്യസി. അചിരാ ഒട്ടും വൈകാതെ കണ്ട് പരാം കാഷ്ഠാം അചിരാദവരോത്സ്യസി. പരാം കാഷ്ഠാം അങ്ങേയറ്റത്തെ ആ എവിടേക്ക് എത്തണമോ ആ പരമപദത്തിലേക്ക് അടുത്ത് തന്നെ ഒട്ടും വൈകാതെ കണ്ട് അവരോത്സ്യസി കയറിയിരിക്കും. ആ പദത്തിൽ ചെന്ന് എത്തും, അവരോഹണം ചെയ്യും എന്നൊരർത്ഥത്തിൽ ആ പദത്തിൽ ചെന്നിരിക്കും അമ്മ എന്ന് പറയാണ്. അചിരാ പരാം കാഷ്ഠാം അചിരാത് അവരോത്സ്യസി. ഒരു അനുഗ്രഹമായിട്ട് പറയാണ്, സന്തോഷമായിട്ട്. അമ്മയെ ഒട്ടും വിഷമിക്കേണ്ട, എന്നോട് ചില സംശയങ്ങളും കാര്യങ്ങൾ ചോദിച്ചിട്ടാണല്ലോ എൻ്റെ അടുത്ത് വന്നത്. നിർവിണ്ണ നിതരാം ഭൂമൻ അസതേന്ദ്രിയ തർഷണ എന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ഇവിടെ അത് ആ സങ്കടമൊക്കെ തീരും എന്നല്ല, അങ്ങേയറ്റത്തെ പരമപദത്തിലേക്ക് എത്താനായിട്ട് അധികം താമസമൊന്നുമില്ല. അമ്മ ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, അനേന മാർഗേണ. ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു തന്നുല്ലോ ഒരു മാർഗം, അനേന മാർഗേണ. അത് ആ വഴിക്ക് പോവാൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. സുസേവ്യേന, സുസേവ്യേന, വളരെ എളുപ്പം സേവിക്കാവുന്നത്. ആ മാർഗങ്ങൾ, ഞാൻ പറഞ്ഞ അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സുസേവ്യേന ഉദിതേന, ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നല്ലോ ആ കാര്യങ്ങൾ, ആ വഴിയിലൂടെ. മാർഗേണ അനേന മാതഃ തേ സുസേവ്യേന ഉദിതേന മേ. അത് ആസ്ഥിതേന, വേണ്ട പോലെ അതിനൊന്ന് പിൻപറ്റിയാൽ മതി. ആ മാർഗത്തിൽ, ആ വഴി, ആ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ മതി. ആസ്ഥിതേന എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കപ്പെടുന്നു. അനുഷ്ഠിതേന എന്നർത്ഥത്തിലാണ് പറയുന്നത്. ആസ്ഥിതേന അത് ചെയ്താൽ മതി. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞ് എളുപ്പമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ, അത് ചെയ്താൽ മതി അമ്മ. അടുത്ത് തന്നെ ഒട്ടും വൈകാതെ കണ്ടതിൽ അമ്മ പരാം കാഷ്ഠാം അചിരാത് അവരോത്സ്യസി. പിന്നെ പറയാണ് ശ്രദ്ധൽസ്വ ഏതന്മതം മഹ്യം ദുഷ്ടം യത് ബ്രഹ്മവാദിഭിഃ യേന മാം അഭവം യായാഹ മൃത്യും ഋച്ഛന്തി അതദ്വിദഃ. മൃത്യും ഋച്ഛന്തി എന്നാണ് വാക്ക്. മൃത്യും ഋച്ഛന്തി അതദ്വിദഃ. അമ്മേ, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കൂ. ശ്രദ്ധൽസ്വ, വിശ്വാസം വയ്ക്കൂ എന്നർത്ഥാണ് അതിന് ഞാൻ പറയുന്നത്. അമ്മ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് പരമപദപ്രാപ്തിക്ക് ഉതകുന്നതായിരിക്കും എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കൂ. ശ്രദ്ധൽസ്വ ഏതന്മതം മഹ്യം. ഇത് ബ്രഹ്മവാദിഭിഹി ദുഷ്ടം. ബ്രഹ്മവാദിഭിഹി ദുഷ്ടം എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനികൾ. പിന്നെ ബ്രഹ്മവാദി എന്നുള്ള വാക്കിന് ബ്രാഹ്മണര്, വേദമെല്ലാം ചൊല്ലുന്നവർ എന്നൊക്കെ അർത്ഥമുണ്ട്. വേദജ്ഞന്മാര്, ബ്രഹ്മത്തെ അറിയുന്നവർ എന്നൊക്കെ അർത്ഥം പറയാം. ജ്ഞാനികൾ എന്നർത്ഥം. ബ്രഹ്മജ്ഞന്മാര്, ജ്ഞാനികൾ, മഹാജ്ഞാനികൾ, വേദം പഠിച്ചവര്, ജ്ഞാനികൾ, ഇങ്ങനെ എല്ലാവരെയും മൊത്തത്തിൽ ബ്രഹ്മവാദി എന്നുള്ള വാക്കുകൊണ്ട് മനസ്സിലാക്കാം. ബ്രഹ്മവാദികൾ ആശ്രയിക്കുന്ന മാർഗമാണ് ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു തന്നത്. വെറും സാധാരണ ഒരു ചൊട്ടുവിദ്യ കാര്യങ്ങളൊന്നുമല്ല തന്നിട്ടുള്ളത്. വളരെ അത്യുത്തമമായ, അതിക്ഷേമമായിട്ടുള്ള, അതിശ്രേഷ്ഠമായിട്ടുള്ള മാർഗം തന്നെയാണ് അമ്മയ്ക്ക് പറഞ്ഞു തന്നത്. ഇത് തന്നെയാണ് ബ്രഹ്മജ്ഞാനികളും പിൻപറ്റുന്നത് എന്നുള്ളത് അമ്മ വിശ്വാസത്തോടുകൂടി മനസ്സിലാക്കൂ. എന്നാൽ തന്നെ പകുതി കാര്യം, ആ വിശ്വാസം വരലാണ് ആദ്യം വേണ്ടത്, അല്ലേ? അതുകൊണ്ടാ തന്നെ പകുതി രക്ഷപ്പെട്ടു. ശ്രദ്ധസ്വൈതൻ മതം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദി യേന. യാതൊരു ശ്രദ്ധ കൊണ്ട് മാം യായാഹ, ഞാൻ എന്നിലേക്ക് അമ്മ എത്തിച്ചേരും. ഭഗവാൻ എന്നുള്ള ഭാവത്തിൽ പറയാണ് മാം യായാഹ. ഞാൻ എങ്ങനത്തവൻ? അഭവം, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവൻ. പുത്രന്റെ സ്വരൂപത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും യഥാർത്ഥ സ്വരൂപത്തിൽ അഭവം, ഭവമേ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ സംസാരത്തിന് അതീതനായിട്ടുള്ള എന്നിലേക്ക്, പുനർജന്മാദി കാര്യങ്ങൾക്കെല്ലാം അതീതനായി എന്നിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അമ്മയ്ക്കും ഇനി അഭവം ആയിരിക്കും അനുഭവം. ഇനിയുള്ള അനുഭവം അഭവം. അമ്മയ്ക്കും ഭവം എന്നുള്ളത് ഉണ്ടാവില്ല എന്നുള്ളതിന് ഇന്ത്യയിലായിട്ട് പറയാണ് യേന മാം അഭവം യായാഹ. പിന്നെ പറയുന്നു അതദ്വിദഃ മൃത്യുമിച്ഛന്തി. ഈ കാര്യം അറിയാത്ത ആളുകളുണ്ടല്ലോ, ആ അജ്ഞാനികൾ മൃത്യുമൃച്ഛന്തി, അവർ മൃത്യുവിലേക്കാണ് ചെല്ലുന്നത്. ഋച്ഛതി എന്ന് പറഞ്ഞാൽ ചെല്ലുന്നു. ഋച്ഛതി എന്ന് പറഞ്ഞാൽ ചെല്ലുന്നു. മൃത്യും ഋച്ഛന്തി എന്ന് പറഞ്ഞാൽ സംസാരത്തിലേക്ക് തന്നെ ചെന്ന് വീടുന്നു. സംസാരമാണ് മൃത്യുസ്വരൂപം. സംസാരം മൃത്യുവാണ് എപ്പോഴും. ജനനം കഴിഞ്ഞാൽ പോയി 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 അവസാനം മൃത്യുവിലെത്തുന്നു. പിന്നെന്ത് സംഭവിക്കുന്നു? ഈ ജന്മത്തിൽ ആർജിച്ച കർമ്മഫലം അനുഭവിക്കാനായിട്ട് പിന്നൊരു ജന്മം, പിന്നൊരു മൃത്യു. ഇങ്ങനെ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ
ജനനത്തിൽ നിന്ന് ജനനത്തിലേക്ക് എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവന് എപ്പോഴും ഭയമാണ്. ഞാൻ പിന്നെയും ജനിക്കുന്നുള്ള ഹോപ്പല്ല. ഇതിന്റെ നമ്മുടെ ജീവിതത്തില് നമ്മളെ നയിക്കുന്ന സമയത്ത് നമ്മളെ മനോഭാവം എന്താ? നമ്മൾ മരിക്കൂലോ എന്നുള്ള ചിന്തയാണ്. ഇത് കഴിഞ്ഞ വീണ്ടും ജനിച്ച് സുഖമായിട്ടിരിക്കാലോ എന്നുള്ള ചിന്ത ഒരാൾക്കും പോകാറില്ല. അതാണ് ആവർത്തിച്ച് മൃത്യും യാന്തി എന്ന് പറയാൻ കാരണം. ഇവിടെ മൃത്യുമൃച്ഛന്തി അതദ്വിത. ഈ ജ്ഞാനം നേടാത്തവൻ മൃത്യുവിലേക്കാണ് ചെല്ലുന്നത്. അപ്പോ 3 ശ്ലോകം വായിക്കാം അല്ലെ? ആരാ വായിക്കേണ്ട അടുത്താണ്? ഉഷയാണല്ലേ? ഒരു ശ്ലോകം വായിച്ചോളൂ. ഈഡിതോ ഭഗവാനേവം മാർഗേ വായിക്കും. ചേർന്ന് വായിക്കും. ഈരിതോ ഭഗവാനേവം കപിലാഖ്യ പരപുമാൻ വാചാവിപ്ലവയേ ൃതന്മവന്മഹ്യം ദുഷ്ടം യദ്ബ്രഹ്മവാദിഭിഃ മൈത്രേയ ഉവാച ഇതി പ്രദർശ്യ ഭഗവാൻ സതീന്താമാത്മനോ ഗതിം സ്വമാത്രാം ബ്രഹ്മവാദിന്യ ഹരിരോനുമതോയയോ. ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താം ആത്മനഃ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലഃ അനുമതഃ യയൗ. ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഇങ്ങനെ ആത്മനഃ ഗതിം പ്രദർശ്യ ആത്മജ്ഞാനത്തിന് വേണ്ടതായ മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് യയൗ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഇത്രയും മാത്ര അനുമത സ്വമാത്ര അനുമത അമ്മയുടെ അനുമതി വാങ്ങി അദ്ദേഹം അവിടുന്ന് യാത്രയായി. അമ്മേ ഞാനിനി പോകട്ടെ, ഞാനിനി എന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞു, അമ്മയ്ക്ക് ഉപദേശിക്കുക എന്നുള്ളത് തൽക്കാലം ആദ്യത്തെ കാര്യം കഴിഞ്ഞു. അച്ഛനോട് ഞാൻ ഏറ്റിരുന്നതാണ് അമ്മയ്ക്ക് ജ്ഞാനോപദേശം ചെയ്യാം, അതിനുള്ള സമയമാവട്ടെ. അമ്മ എപ്പോ തനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നു അതാണ് ആവശ്യം. മുമുക്ഷുവാകുന്ന സമയത്താണ് ഉപദേശം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ആളെ വിളിച്ചുകൂട്ടി ഇരുത്തിയിട്ട് ബ്രഹ്മോപദേശം കൊടുത്തിട്ടോ ജ്ഞാനോപദേശം കൊടുത്തിട്ടൊന്നും ആരും നന്നാവാറില്ല. വേണം തീവ്രമായിട്ടുള്ള അഭിലാഷം, തനിക്ക് ഇതിന്ന് മുക്തി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്ന ഉപദേശം സ്വീകരിക്കുമ്പോഴേ ആ ഉപദേശത്തിന് എന്തെങ്കിലും ഫലം കാണാറുള്ളൂ. ഏതായാലും കപിലൻ അതുവരെ കാത്തു. അമ്മ തന്നോട് ആവശ്യപ്പെടുന്നത് വരയ്ക്കും കാത്തിരുന്നു. അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു. എന്നിട്ട് അമ്മയുടെ അനുവാദം വാങ്ങി ഞാനിനി പോകട്ടെ എന്ന് ചോദിച്ച് അവൾ സന്തോഷത്തോടുകൂടി തന്നെ മകനോട് പൊക്കോളാൻ പറഞ്ഞു. സ്വമാത്ര ഈ ഉപദേശം കേട്ടതോടുകൂടി അമ്മ സ്വമാത്ര ബ്രഹ്മവാദിന്യ. പിന്നെ അമ്മ ആ ബ്രഹ്മജ്ഞാനത്തിനെ കുറിച്ചുള്ള വാക്കാണ് പറഞ്ഞത്. ഓം എന്നാണ് ആ അക്ഷരം. ബ്രഹ്മവാദിനി എന്നുള്ള വാക്കിന് ഓം എന്ന വാക്കുച്ചരിച്ചിട്ടാണ് മകനെ യാത്രയാക്കുന്നത്. ബ്രഹ്മവാദിന്യ കപില അനുമത യയൗ എന്നർത്ഥം. സ്വമാത്ര ബ്രഹ്മവാദിന്യ കപില അനുമത യയൗ. സാധാരണ സംസാരിക്കുന്ന സമയത്ത് സാധാരണ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ പറയാം? എന്നൊക്കെയല്ലേ പറയാം. ഇവര് ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഓം അനുവാദം കൊടുക്കുന്നതൊക്കെ ഓം പറഞ്ഞിട്ടായിരിക്കും. ശരി. ബ്രഹ്മവാദി ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താം ആത്മനഃ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യാ കപിലഃ അനുമതഃ യയൗ. സാചാപി ആ ദേവഹൂതിയും തനയോക്തേന യോഗാദേശേന തനയോക്തമായ തനയനാൽ ഉക്തം മകൻ ഉപദേശിച്ചതായ യോഗാദേശം, യോഗമാർഗം ഒരു പ്രത്യേക രീതിയിൽ ഇന്ന വിധത്തിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് പ്രകാരം യോഗയുക്തായി തീർന്നു.
യോഗമാർഗത്തെ അവലംബിച്ചു. എവിടെയാ ചെയ്തത് എന്നാണെങ്കിൽ തസ്മിൻ ആശ്രമ ആപീഡേ സരസ്വത്യാഹ സരസ്വത്യാഹ ആപീഡേ ആശ്രമേ സരസ്വത്യാഹ ആപീഡേ ആശ്രമേ. ആപീഡ് എന്ന് പറഞ്ഞാൽ ശിരോലങ്കാരം എന്നർത്ഥം. ശിരസിൽ അണിയുന്ന അലങ്കാരം, ശിരസിൽ അണിയുന്ന അലങ്കാരം, അതിനാണ് ആപീഠം എന്ന് പറയാം. ആപീഠം, ശിരോലങ്കാരം. ചില ടിയാറ എന്നൊക്കെ ഇംഗ്ലീഷ് പറയും, തലയിൽ വെക്കുന്ന ഒരു കിരീടം വരും. ചില ഇതിലൊക്കെ ജയിക്കുന്ന മിസ് വേൾഡ് ടിയാറ, അതിനൊക്കെയാണ് ആപീഠം, ശിരോലങ്കാരം. ദേവിയെ വർണ്ണിക്കുന്ന സമയത്ത് ചന്ദ്രാപീഠം എന്നാണ് പറയാം. ചന്ദ്രനാകുന്ന ആപീഠത്തോടു കൂടിയാണ്. ചന്ദ്രാപീഠം ചതുരവദനം ചഞ്ചലാപങ്കലീലാം മുഖപഞ്ചശതിയിൽ വർണ്ണിക്കുന്ന ചന്ദ്രാപീഠം, ചന്ദ്രനാകുന്ന ആപീഠത്തോടു കൂടിയ ശിരോലങ്കാരം. അപ്പോൾ സരസ്വതി നദിക്ക് അലങ്കാരമായി തീർന്ന ആ ആശ്രമത്തിൽ, ഏതാശ്രമം? ബിന്ദു സരസ് എന്നുള്ള സ്ഥലത്തുള്ള ആശ്രമത്തിൽ അവിടെ സമാഹിത സമാധിസ്ഥയായി ഏകാഗ്രതയോടുകൂടി തസ്മിൻ ആശ്രമ ആപീഡേ സരസ്വത്യാഹ സമാഹിത സാചാപി തനയോക്തേന യോഗാദേശേന യോഗയു തസ്മിൻ ആശ്രമ ആപീഡേ സരസ്വത്യാഹ സമാഹിത. സമാഹിത മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അവൾ യോഗയുക്കായി തീർന്നു എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ആ അവഹിതാത്മാ സമാഹിതയായിട്ട് ഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണമാണ് ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ശ്ലോകമായി ചേർന്ന് വായിച്ചോളൂ. നീ ഇതി പ്രദർശ ഭഗവാൻ സതീന്ദാമാത്മനോ ഗതിം സ്വമാത്രാബ്രഹ്മവാദിന്യാലോനുമതോയജോ താജാപി തനയോക്തേന യോഗാ അഭീക്ഷ്ണാവഗാഹ കവിശാഞ്ജലിരാൻ കുടിലാളകാൻ ആത്മാനം. ശരി. അഭീക്ഷ്ണാവഗാഹ കവിശാൻ ജടിലാൻ കുടിലാളകാൻ ആത്മാനം ച ഉഗ്രതപസ ബിഭ്രതി ചീരിനം കൃശം. കുടിലാളകാൻ, അതിമനോഹരമായിട്ടുള്ള അളകങ്ങളെയെല്ലാം എന്താക്കി അവൾ ജടയാക്കി കെട്ടി, ജടിലൻ ആക്കി, ജടയാക്കി മാറ്റി. എങ്ങനെ ആക്കി എന്നാണെങ്കിൽ അഭീക്ഷ്ണ അവഗാഹ കപിശാൻ, ഇടയ്ക്കിടയ്ക്ക് കുളിക്കും. മറ്റേ വല്ലപ്പോഴൊക്കെയാണ് കുളിക്കുക. മറ്റേ അവിടെ അന്നത്തെ കാലത്തൊക്കെ കുളി, നിത്യം കുളിയില്ല. വല്ല വിശേഷാവസരങ്ങൾക്ക് മാത്രമാണ് തല കുളിക്കുക. ഇവിടെ അങ്ങനെയല്ല. സരസ്വതി നദിയിൽ ധാരാളം കുളിക്കാൻ തുടങ്ങി. അഭീക്ഷ്ണ അവഗാഹ കപിശ. അപ്പൊ പിന്നെ കുളിക്കൽ മാത്രമല്ല, മുങ്ങിക്കയറൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുടിയൊക്കെ ചെമ്പിച്ച് ഇതായി, കപിശ ഇതായി തീർന്നു. വർണ്ണം പല എന്തൊരു ജാതി നിറവായി, ജത കെട്ടി, അങ്ങനെ ആയിത്തീർന്നു അവരുടെ കുടിലാളകം. ശരീരവും ഉഗ്രതപസ്സുകൊണ്ട് കൃശമായി തീർന്നു. ഉടുക്കാൻ ആകെ ചീരം എന്ന് വെച്ചാൽ മരവുരി മാത്രം ഉടുത്ത് ശരീരം കൃശമായി തീർന്നു, ശോഷിച്ചു. ആത്മാനം ഉഗ്രതപസ ബിഭ്രതി ചീരിനം കൃശം. ചീരം ധരിച്ച എന്നർത്ഥത്തിൽ പറയാണ്. ചീരി ശരീരം, ആത്മാ എന്നുള്ള വാക്കിന് വിശേഷണമായത് ചീരി. ചീരം ധരിച്ചത് ചീരി, ഇത്രയുള്ളൂ. മരവുരി ധരിച്ചത്. പിന്നെ അതിനു മുമ്പ്, ഇങ്ങനെ ഈ തപസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഉപേക്ഷ ഉണ്ടായി. ഒരു വിരക്തിയോടുകൂടി ചില കാര്യങ്ങൾ അവരെ ഉപേക്ഷിച്ചു എന്ന് പറയാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളായിട്ട്. അതായത് തനിക്ക് കർദമൻ സമ്പാദിച്ചു തന്ന ആ കൊട്ടാരം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇറങ്ങി, പുറത്തിറങ്ങി, അതിനെ വിട്ടിറങ്ങി എന്ന് പറയാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ. പ്രജാപതേ കർദമസ്യ തപോ യോഗ വിജൃംഭിതം സ്വഗാർഹസ്ഥ്യം. തന്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന്, ആ ഗൃഹസ്ഥ ഇതിലിരിക്കുന്ന കാലത്ത് അതിനുവേണ്ടി ഉണ്ടാക്കിയതായ ആ വലുതായിട്ടുള്ള വിമാനം, കാമകം എന്ന് പറഞ്ഞില്ലേ, വിമാനം കാമകം ചത്ത തർഹീവ ആവിധീകരം എന്നൊക്കെ പറഞ്ഞ വിമാനത്തെ വർണ്ണിച്ചില്ലേ, അതവിടെ നിർത്തി. അതിൽ തന്നെയാണ് പിന്നെ ഗാർഹസ്ഥ്യം, അത് തന്നെ ഗൃഹമായി ഇവർക്ക്. പ്രജാപതയ കർദമസ്യ തപോ യോഗ വിജൃംഭിതം സ്വഗാർഹസ്ഥ്യം. അതെങ്ങനത്തത്? അനൗപമ്യം. ഇതിനൊരു ഉപമ മറ്റൊന്ന് പറയാനില്ല. ഇതുപോലത്തെ ഒരു മറ്റൊരു ഗൃഹമുണ്ടെന്ന് പറയാൻ വയ്യാത്ത വിധം അനൗപമ്യം.
പ്രാർത്ഥ്യം വൈമാനികൈരവി. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ദേവന്മാർക്ക് പോലും ഇവിടെ ഒന്ന് താമസിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നത്രേ. പ്രാർത്ഥ്യം വൈമാനികൈരവി. പിന്നെ അവിടെ പയഫേന നിഭാശയ്യാഹ, പാൽപത പോലത്തെ അത്ര സോഫ്റ്റായിട്ടുള്ള ശരീരം. പയഫേന നിഭാശയ്യാഹ. പയസ് പാല്, ഫേനം പത, ശയ്യ കിടക്ക. നിഭം എന്ന് പറഞ്ഞാൽ അതുപോലത്തത്. പയഫേന നിഭാശയ്യാഹ ദാന്താഹ രുക്മപരിച്ഛദാഹ. അതുപോലെ ദാന്തം ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ചത്. രുക്മപരിച്ഛദാഹ സ്വർണം കൊണ്ടുള്ള ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ സംഭരിച്ചിട്ടുള്ള അത്. ആസനാനിച്ച ഹൈമാനി, ഇരിക്കാനുള്ള ആസനങ്ങളൊക്കെ സ്വർണം കൊണ്ട്. സുസ്പർശ ആസ്തരണാനിച്ച, വളരെ മിനുസമേറിയ സുസ്പർശം, തൊടാൻ ബഹുസുഖം തോന്നുന്ന ആസ്തരണങ്ങൾ, വിരിപ്പുകൾ, ബെഡ്ഷീറ്റുകളൊക്കെ. സുസ്പർശ അത് കാർപ്പറ്റ്, ബെഡ്ഷീറ്റ് എല്ലാം തന്നെ. സുസ്പർശ ആസ്തരണാനിച്ച, ആസ്തരണം വിരിപ്പ്. സുസ്പർശ തൊടാൻ വളരെ സുഖമുണ്ട്. സുസ്പർശ ആസ്തരണാനിച്ച. പിന്നെ സ്വച്ഛസ്ഫടിക കുഡ്യേഷു മഹാമാരകതേഷു ച രത്നപ്രദീപാഹ ആഭാന്തി. രത്നപ്രദീപങ്ങളെല്ലാം പൊരുന്തിയിട്ടുള്ള, അതെല്ലാം ഇതാക്കി വളക്കി ചേർത്തിട്ടുള്ള വീടുകൾ, ഉദ്യാനം. അതെങ്ങനത്തത്? കുസുമിതൈഹി ബഹു അമരദ്രുമൈഹി രമ്യം. ദേവലോകത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച, ദേവലോകത്തിൽ മാത്രം കാണുന്ന അമരദ്രുമങ്ങൾ, അമരലോകത്ത് മാത്രം കാണുന്ന പാരിജാതം, സന്താനം തുടങ്ങിയ വൃക്ഷങ്ങൾ അതൊക്കെ ഇവിടെയുണ്ട്. ഇതാണ്, അതൊക്കെ എപ്പോഴും പൂത്തൊലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ. അതുകൊണ്ടൊക്കെ രമ്യമായിട്ടുള്ള ഉദ്യാനം. ഗൃഹോദ്യാനം കുസുമിതൈ രമ്യം ബഹ്വമരദ്രുമൈ കൂജദ്വിഹംഗ മിഥുനം. ഇണപ്പക്ഷികളൊക്കെ ചേർത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഏതു നേരം. ഗായൻ മത്ത മധുവ്രതം. മധുവ്രതങ്ങൾ, വണ്ടുകൾ, തേൻ കൂടി ചാർത്ത് പാടിക്കൊണ്ട് നടക്കുന്ന വണ്ടുകളൊക്കെ നിറഞ്ഞ ഉദ്യാനം. കൂജദ്വിഹംഗ മിഥുനം ഗായൻ മത്ത മധുവ്രതം. അപ്പൊ അവിടെ എത്ര പ്രവിഷ്ടം ആത്മാനം വിബുധാനുജരാഹ ജഗുഹു. വിബുധാനുചരന്മാർ, വിബുധ ദേവന്മാർ, വിബുധാനുചരന്മാര് ദേവന്മാരുടെ കൂടെ നടക്കുന്നവർ. ഗന്ധർവാദി കിന്നരന്മാരൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. വിബുധാനുജന്മാര് യത്പ്യാം ഉത്പലഗന്ധിന്യാം കർദ്ദമേന ഉപലാളിതം ഹിത്വാ. അതിനെല്ലാം ഉപേക്ഷിച്ചു. എന്താണത്? ആഖണ്ഡലയോഷിതാമപി ഈപ്സിതം തത്. ആഖണ്ഡലയോഷിതാം അപി, അതിനാണ് പറയുന്നത്. തന്റെ ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. കർദ്ദമേന ഉപലാളിതം. കർദ്ദമൻ വളരെ ഓമനിച്ച് താലോലിച്ചിരുന്ന തന്റെ ആ അതിസുന്ദരമായ ശരീരത്തെയും ഹിത്വാ, അതിനെക്കുറിച്ചുള്ള ബോധത്തെയും ഉപേക്ഷിക്കുന്ന ഒരർത്ഥത്തിൽ പറയുന്നു. ഉത്പലഗന്ധിന്യാം വാപ്യാം. ഉത്പല പൂക്കളുടെ, കരിങ്കൂവളപ്പൂക്കളുടെ ഗന്ധം നിറഞ്ഞ വെള്ളത്തിൽ കിടന്ന് കർദ്ദമൻ തന്നെ ലാളിച്ച ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം ആ സമയത്ത്. ഉപേക്ഷിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു മനസ്സിൽ കൂടെ എല്ലാം കടന്നു പോവില്ലേ? ഇന്നതൊക്കെയാണ് നമ്മൾ വിട്ടുകൊണ്ട് നമുക്കൊന്ന് അവസാനം ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഒരു നോട്ടമുണ്ടല്ലോ. അതാണ് ഈ വർണ്ണിക്കുന്നതിന് താല്പര്യം. എത്ര വിശേഷപ്പെട്ട ഒന്നിനെയാണ് ഇവര് നിസ്സാരമായിട്ട് ഇതൊന്നും തനിക്ക് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഒരു വിട്ടുകളഞ്ഞു എന്നുള്ളതിനാണ്. അതിന്റെ ആ വിടലിന്റെ അതിന് എത്രത്തോളം മഹത്വമുണ്ടെന്ന് കാണിക്കാനാണ് അതിനൊക്കെ വിസ്തരിച്ച് വീണ്ടും വർണ്ണിക്കുന്നത്. ഇതിന്റെ പരഭാഗശോഭ എന്ന് പറയും, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെയൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. വാപ്യാം ഉത്പലഗന്ധിന്യാം കർദ്ദമേന ഉപലാളിതം. കർദ്ദമനാൽ ലാളിക്കപ്പെട്ടതായ തന്റെ ശരീരത്തെപ്പോലും ഹിത്വാ തത്. ആത്മാനം നേരത്തെ പറഞ്ഞില്ലേ, ആ ദേഹം എന്നുള്ള അർത്ഥത്തിലാണ് നേരത്തെ. എത്ര പ്രവിഷ്ടം ആത്മാനം വിബുധാനുചരാ ജഗു. ഇതിലേക്കെത്താണ് അതിനർത്ഥം. എത്ര പ്രവിഷ്ടം വിബുധാനുചരാ ജഗുഹു എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ നല്ലത് എത്ര പ്രവിഷ്ടം ആത്മാനം, താൻ തന്റെ ശരീരത്തിനർത്ഥത്തിൽ ദേവഹൂതിക്ക് ചേർത്താൽ മതി. ദേവഹൂതിയുടെ ദേഹം എന്നുള്ള അർത്ഥത്തിലേക്ക് ചേർത്താൽ മതി. എത്ര പ്രവിഷ്ടം. യാതൊരു ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ച തന്നെക്കുറിച്ച് വിബുധാനുചരന്മാർ പാട്ടുപാടി നടന്നുവോ ആ അർത്ഥത്തിലെത്താൽ മതി. വിബുധാനുചരന്മാര് ഇവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞ ദേവഹൂതിയുടെ ഭാഗ്യത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരുന്നു എന്നർത്ഥത്തിലെത്താം. എത്ര പ്രവിഷ്ടം ആത്മാനം വിബുധാനുചരാഹ ജഗുഹു. ആ ദേഹം എങ്ങനത്തത്? വാപ്യാം ഉത്പലഗന്ധിന്യാം. ഉത്പലഗന്ധിയായ വാവിയിൽ, ആ വെള്ളത്തിൽ ജലക്രീഡ ചെയ്യുന്ന സമയത്ത് കർദ്ദമേന ഉപലാളിതം. കർദ്ദമൻ വളരെ സ്നേഹത്തോടെ ലാളിച്ചതായ ആ ദേഹം
ഹിത്വാ അതിനെ ഉപേക്ഷിച്ചു. അതിന് പിന്നൊരു വിശേഷണം ഈപ്സിതതമം. ആർക്ക്? ആഖണ്ഡല യോഷിത നമുക്ക് ദേവേന്ദ്രന്റെ സ്ത്രീകൾക്ക് പോലും, അപ്സര സ്ത്രീകൾ അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ പത്നിമാര്, ദേവേന്ദ്രന്റെ സ്ത്രീകൾ എല്ലാവരെയും ചരിത്രത്തിൽ മൊത്തം പറയാണ്. ആഖണ്ഡലൻ, ദേവേന്ദ്രന്റെ സ്ത്രീകൾക്ക് പോലും ഈപ്സിതം ആഗ്രഹിക്കത്തക്കത്. ഇതുപോലത്തൊരു ശരീരം നമുക്കുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലത്തൊരു സൗന്ദര്യമുള്ള ദേഹം നമുക്കുണ്ടായിരുന്നെങ്കിൽ അവർ ആഗ്രഹിച്ചു പോകുമായിരുന്നു. അത്രയും വിശിഷ്ടമായ, അത്രയും സുന്ദരമായ ശരീരത്തെ പോലും ഹിത്വാ ഉപേക്ഷിച്ചു. കിഞ്ചിത് ചകാരവദനം. ഇത് ഉപേക്ഷിക്കുന്നതിലൊന്നും ദേവഹൂതിക്ക് ഒരു വിധത്തിലുള്ള മനഃശാഞ്ചല്യവും ഉണ്ടായില്ല. പക്ഷേ പുത്രവിശ്ലേഷണ ആതുരാ, മകൻ പോയല്ലോ എന്ന് ഓർത്ത സമയത്ത് കിഞ്ചിത് ചകാരവദനം, ആ സമയത്ത് മാത്രം ദേവഹൂതിയുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നു. കിഞ്ചിത്, ചെറുതായിട്ടൊരു ഭാവമാറ്റം ഉണ്ടായി. കിഞ്ചിത് ചകാരവദനം, വദനം എന്തോ പോലെയായി കുറച്ചു നേരത്തേക്ക്. കിഞ്ചിത് ചകാരവദനം, കാരണം പുത്രവിശ്ലേഷണാതുര, മകൻ പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടം മനസ്സ് കുറച്ചു നേരത്തേക്ക് ഉണ്ടായി. ഇപ്പോ വനം പ്രവ്രജിതേ പത്യോ, ഭർത്താവ് പ്രവ്രജനം ചെയ്ത് വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് കടന്ന് പോയിരുന്നു, വാനപ്രസ്ഥത്തിലേക്ക് പോയി. വനം പ്രവ്രജിതേ പത്യോ, അദ്ദേഹവും കൂടെയില്ല, ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഇതിന് കൂടെ നിൽക്കാൻ ആരുമില്ല, ഏകാഗിയായി നടത്തും. ഇപ്പോൾ ശരിക്കും പുത്രനും പോയതോടുകൂടി ശരിക്കും ഏകാഗിനിയായി തീർന്നു ദേവഹൂതി. വനം പ്രവ്രജിതേ പത്യവും, ഭർത്താവും പ്രവ്രജിതനാണ്, ഇവിടെ ഇല്ല. അപത്യവിരഹാതുര, അപത്യവിരഹം, അപത്യം പുത്രൻ, സന്താനവും പോയി, അപത്യവിരഹം, അതുകൊണ്ട് ആതുരയായി തീർന്ന് ജ്ഞാതതത്വ അഭി, ഈ ഇത്രയും ഉപദേശമൊക്കെ കേട്ട് തത്വജ്ഞാനമൊക്കെ മനസ്സിലുണ്ടായി. എന്നിട്ടും ജ്ഞാതതത്വ അഭി അഭൂത് നഷ്ടേ വത്സേ ഗൗഹു ഇവ, വത്സേ നഷ്ടേ ഗൗഹു ഇവ, കന്നുകുട്ടി വേർപെട്ടുപോയ പശുവിനെ പോലെ അല്പനേരത്തേക്ക് ദുഃഖിതയായിരുന്നു എന്ന് പറയാം. ജ്ഞാതതത്വ അഭൂത് നഷ്ടേ വത്സേ ഗൗഹു ഇവ, മത്സ്യം കന്നുകുട്ടി അത് നഷ്ടം, കാണാതെ പോയാൽ, വിട്ടുപോയാൽ, ഗൗഹു തള്ളപ്പശുവിന് എന്തവസ്ഥയാകുമോ അതുപോലെ ആയിത്തീർന്നു. കാരണം എന്താ? വത്സല, മനസ്സിലെപ്പോഴും വളരെ സ്നേഹമുള്ളവളായിരുന്നു. അവർക്ക് വലിയ തത്വജ്ഞാനമൊന്നും ഉണ്ടായിരുന്ന ആളല്ല നേരത്തെ, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. തന്റെ ഇതൊക്കെ കഴിഞ്ഞ് ഭർത്താവ് എന്താ വേണമെന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഇതായിട്ടുള്ള ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എന്ന് വായ തുറന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സാധാരണ സ്ത്രീയായിരുന്ന അവൾ ഇപ്പോൾ ജ്ഞാതതത്വയായി കഴിഞ്ഞു. ആ ഗൃഹസ്ഥ ഇതിന് ആ വീട് ഉപേക്ഷിക്കാൻ അവർക്ക് ഒരു സങ്കടം ഉണ്ടായില്ല. തന്റെ ദേഹം ഇനി ഇതുപോലെ ഇരിക്കില്ലല്ലോ. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് സൗന്ദര്യം നശിക്കുന്ന സമയത്തോ ഇത് പോകുന്ന സമയത്തോ ഈ ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത ഏത് സമയത്തും സ്ത്രീകൾക്കുണ്ട്. അതുപോലും അവര് വേണ്ടാന്ന് വെച്ചു. പക്ഷെ മകൻ പോയി എന്ന് പറഞ്ഞപ്പോൾ സങ്കടം കുറച്ചിതുണ്ടായി. പിന്നെ ഒരു ആശ്വാസമായിട്ടൊരു ഭർത്താവ് അടുത്തുണ്ടായാൽ കുറച്ച് തിരക്കില്ലായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പ്രവ്രജിതനായി കഴിഞ്ഞു. അപ്പൊ അവര് ശരിക്കും ജീവിതത്തിലെന്ത് ഏകാഗിനിയാകുന്നു, ഏകാഗിനിയായി. അതുകൊണ്ടാണ് പറഞ്ഞത് കിഞ്ചിത് ചകാരവദനം പുത്രവിശ്ലേഷണാതുര. പിന്നെ പറയണം, പിന്നെയാണ് പറഞ്ഞത് വനം പ്രവ്രജിതേ പത്യവും അപത്യവിരഹാതുര. അപ്പോൾ അവസ്ഥയെ ഇതായിട്ട് പറയാണ്, പശുക്കുട്ടി നഷ്ടപ്പെട്ട തള്ളപ്പശുവിനെ പോലെയായി. ജ്ഞാതതത്വ അപി അഭൂൻ നഷ്ടേ വത്സേ ഗൗരിവ വത്സല. പിന്നെ കുറച്ചു നേരത്തേക്ക്, കുറച്ചു കാലത്തേക്കോ കുറച്ചു നേരത്തേക്കോ എന്നറിയില്ല, തമേവ ധ്യായതീ ദേവമപത്യം കപിലം ഹരിം. പിന്നെ ധ്യാനം മുഴുവൻ മകനെക്കുറിച്ചാണ്. മകന്റെ വിശ്ലേഷ ദുഃഖമാണ് അനുഭവിക്കുന്നത്. ആ മകനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ചിന്തയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ മാറ്റം വന്നു. ഭഗവത് സങ്കല്പത്തിൽ തന്നെയാണ് നമസ്കരിച്ചതും പൊക്കോളാൻ പറഞ്ഞതും ഒക്കെ. എന്നാലും പോയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും മകനാണല്ലോ പോയത് എന്നുള്ള ആ മായ അതിന് മുഴുവൻ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല എന്നർത്ഥം.
ഇനിയും കുറഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ വേണ്ടിയിരിക്കുന്നു അതിനൊക്കെ ആ അവസ്ഥയിലേക്കൊക്കെ എത്താനായിട്ട്. വീണ്ടും മനസ്സിൽ ഈ മാതൃവാത്സല്യം എന്നുള്ള വണ്ണം നിറഞ്ഞ് വീണ്ടും പുത്രനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണത്രേ. കപിലം ധ്യായതി, അപത്യം കപിലം ധ്യായതി. പക്ഷേ ദേവനാണെന്നറിയാം, ഹരിയാണെന്നും അറിയാം. അപ്പൊ കാലക്രമത്തിൽ ഈ പുത്രനോടുള്ള സ്നേഹം എന്നുള്ളത് ആ പുത്രനെ തന്നെ ദേവസ്വരൂപത്തിലും കാലക്രമത്തിൽ ഹരിസ്വരൂപത്തിലേക്കും ആ ധ്യാനം അങ്ങ് മാറി എന്നുള്ളതിന്റെ ഒരു ആവിഷ്കാരമാണ് നമ്മുടെ തമേവ ധ്യായതീ ദേവമപത്യം കപിലം ഹരിം. തന്റെ അപത്യമായ കപിലനെ തന്നെ ഹരി തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ ധ്യാനിച്ചു തുടങ്ങി നഷ്ടം. പിന്നീട് ആ ഇതിൽ നിന്നൊക്കെ വളരെ വലുതായ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. തുടക്കം ഇങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം. തമേവ ധ്യായതീ ദേവമപത്യം കപിലം ഹരിം ബഭൂവാചിരതോ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. ബഭൂവ അചിരത, അചിരത അധികം വൈകാതെ കണ്ട് താദൃശേ ഗൃഹേ നിസ്പൃഹ, അപ്രകാരമുള്ള ആഗ്രഹത്തിൽ നിസ്പൃഹയായി തീർന്നു, ഒരുവിധത്തിലുള്ള ആഗ്രഹവും ഇല്ലാതെയായി തീർന്നു എന്ന് പറയാണ്. പിന്നെ ഇത് ചെയ്തു എന്നാണെങ്കിൽ ധ്യായതീ ഭഗവദ്രൂപം യദാഹ ധ്യാനഗോചരം സുതപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാ. കപിലൻ ഉപദേശിച്ചത് എങ്ങനെയാണ് ഉപദേശിച്ചത്? നേരത്തെ ഭഗവത് രൂപത്തെ ധ്യാനിക്കണം, അത് ഓരോരോ അവയവങ്ങളായിട്ട് ധ്യാനിക്കണം എന്ന് പറഞ്ഞു. ധ്യായേൻ ദേവം സമഗ്രാംഗം ആദ്യം പറഞ്ഞ് പിന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോരോ അവയവങ്ങളായിട്ട് ധ്യാനിക്കണം എന്ന് പറഞ്ഞു. സഞ്ചിന്തയേ ഭഗവത ചരണാരവിന്ദം എന്നുള്ളതിൽ തുടങ്ങി ആ രീതിയിൽ തന്നെ ചിന്തിച്ചു തുടങ്ങി. സമസ്ത വ്യസ്ത ചിന്തയ, സമസ്ത വ്യസ്ത ചിന്തയ, സമസ്തമായിട്ടും വ്യസ്തമായിട്ടും ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചു. ധ്യായതീ ഭഗവദ്രൂപം യദാഹ ധ്യാനഗോചരം സുതഃ യദാഹ, സുതൻ യാതൊന്നാണോ ഉപദേശിച്ചത് അങ്ങനെ ആ ഭഗവത് സ്വരൂപം പ്രസന്നവദനം സമസ്തവ്യസ്ത ചിന്തയ എന്നിങ്ങനെ ആ ചിന്തയോടുകൂടി എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ ഭക്തിപ്രവാഹയോഗേന, ഭക്തിപ്രവാഹയും വൈരാഗ്യേന വലിയസ യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുന. യുക്തമായ അനുഷ്ഠാനം കൊണ്ടുണ്ടായിത്തീർന്ന, യുക്താനുഷ്ഠാന ജാതേന, യുക്തമായ അനുഷ്ഠാനം കൊണ്ട് ഉണ്ടായിത്തീർന്ന, അല്ലെങ്കിൽ അനുഷ്ഠാന ജാതം എന്നുള്ള വാക്കിന് സമൂഹം എന്നൊരർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. പലവിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് എടുക്കാം, രണ്ടായാലും കുഴപ്പമില്ല. ജ്ഞാനേന, അങ്ങനെ ദേവഹൂതിക്ക് ബ്രഹ്മജ്ഞാനം എന്നുള്ളത് ക്രമേണ ഉണ്ടായി. ജ്ഞാനേന ബ്രഹ്മഹേതുന എന്നിങ്ങനെ വിശുദ്ധേന തദാത്മാൻ, ബ്രഹ്മജ്ഞാനത്തിന് ഹേതുവായിത്തീരുന്ന ഒരു ജ്ഞാനം അവർക്ക് ഉള്ളിൽ തെളിഞ്ഞു വന്നു തുടങ്ങി. വിശുദ്ധേന തദാത്മാനമാത്മന വിശ്വതോമുഖം സ്വാനുഭൂത്യ തിരോഭൂതമായ ഗുണവിശേഷണം. അങ്ങനെയുള്ള ഭഗവാനെ മനസ്സങ്ങോട് ഉറപ്പിച്ചു. ബ്രഹ്മണി അവസ്ഥിതമതി, ബ്രഹ്മണ്യ അവസ്ഥിതമതി ഭഗവതി ആത്മസംശ്രയേ, ആത്മസംശ്രയമായ ഭഗവതി ബ്രഹ്മണി, ബ്രഹ്മസ്വരൂപനായ ആ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചു. നിവൃത്ത ജീവാപത്തിത്വാ ക്ഷീണക്ലേശ, ക്ഷീണക്ലേശ ആത്മനിവൃത്തി, സകല ക്ലേശങ്ങളും അസ്തമിച്ചു. നിവൃത്ത ജീവാപത്തി, ജീവാപത്തി എന്നുള്ളത് നീങ്ങിപ്പോയി. താൻ ജീവനാണെന്നും ഈ ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്നതാണെന്നും എന്നുള്ള ആ ഭാവം തന്നെ ഇല്ലാതെയായി തീർന്നു ക്രമേണ. അത് നിവർത്തിച്ചു. നിവൃത്ത ജീവ ആപത്തി, ജീവൻ ഇതിലേക്ക് ഒതുങ്ങിയതാണ് എന്നുള്ള ആ ചിന്ത വിട്ടുപോയി. ജീവാപത്തി ഇല്ലാതെയായിത്തീർന്നു, ജീവഭാവം തന്നെ ഇല്ലാതെയായിത്തീർന്നു എന്ന് പറയുന്നു. നിവൃത്ത ജീവാപത്തി ത്വാത്, ആ കാരണം കൊണ്ട് ക്ഷീണക്ലേശ, എന്തെങ്കിലും ക്ലേശം ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ ക്ഷയിച്ച് ഇല്ലാതെയായ ക്ഷീണക്ലേശ, അതോടുകൂടി ആപ്ത നിർവൃതി, നിർവൃതി എന്നുള്ളത് അനുഭവപ്പെട്ടു. ആപ്ത നിർവൃതി, ക്ഷീണക്ലേശ ആപ്ത നിർവൃതി, എല്ലാവിധത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാതെയായി നിർവൃതി അവർക്ക് അനുഭവവേദ്യമായി അർത്ഥം. എന്നിട്ടങ്ങനെ നിത്യാരൂഢ സമാധിത്വാ പരാവൃത്തഗുണഭ്രമ ന സസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടമിവോത്ഥിത. ഉത്ഥിത സ്വപ്നേ ദൃഷ്ടമിവ, ഉണർന്നവൻ സ്വപ്നത്തിൽ കണ്ടതിനെ എന്ന പോലെ എന്തായി ഇവൾ
ആത്മാനമപി ന സസ്മാര. ആത്മാനം ശരീരം നഷ്ടമിടെ തന്റെ ദേഹത്തെ പോലും, ശരീരം മാത്രമല്ല ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബാക്കിയെല്ലാം തന്നെ സർവ്വവും തന്നെ ന സസ്മാര, ഇതിനെക്കുറിച്ചുള്ള സ്മരണയെ ഇല്ലാതെയായി തീർന്നു. ന സസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടമിവോത്ഥിത. എന്താ ഇങ്ങനെ വരാൻ കാരണം എന്നാണെങ്കിൽ നിത്യാരൂഢ സമാധിത്വാൻ, സമാധി അവസ്ഥ, സമാധി അവസ്ഥ നിത്യാരൂഢം, സദാസമയം സമാധി അവസ്ഥയിലിരിക്കുന്നത് മാറിയവൾ. നിത്യാരൂഢ സമാധി, നിത്യം ആരൂഢ സമാധി, സമാധി അവസ്ഥയിലേക്ക് ആരോഹണം ചെയ്തു. നിത്യാരൂഢ സമാധിത്വാൻ അതുകൊണ്ട് പരാവൃത്ത ഗുണഭ്രമ, ത്രിഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്നതായ മനോഭ്രമങ്ങൾ, എന്തെങ്കിലും വിധത്തിലുള്ള ചിന്തയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങളോ സകലതും അതില്ലാതെയായി. പരാവൃത്തം എല്ലാം തന്നെ എന്തെങ്കിലും ഗുണപ്രവാഹം, എന്തെങ്കിലും അതുകൊണ്ടുള്ള ഭ്രമം എന്തെങ്കിലും മനസ്സിനെ ആവേശിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതെല്ലാം തന്നെ അശക്തങ്ങളായിത്തീരുന്നു. കാരണം ഇവൾ നിത്യാരൂഢ സമാധിയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിത്യാരൂഢ സമാധിത്വം കാരണം ഈ ഗുണങ്ങളുടെ പ്രവൃത്തിയെല്ലാം തന്നെ അസ്തമിച്ചു. നിത്യാരൂഢ സമാധിത്വാത് പരാവൃത്ത ഗുണഭ്രമ ന സസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടവിബോധിത. പിന്നെ ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം പറയാണ്. തദ്ദേഹ, ഈ സമയത്ത് നേരത്തെ പറഞ്ഞു ഇവളുടെ വ്രതാനുഷ്ഠാനം കൊണ്ട് ശരീരം കൃശമായി എന്ന് പറഞ്ഞല്ലോ, അത് വീണ്ടും തടിച്ചു തരും. ശരീരം തടി വെച്ചു എന്നാണ് പറയുന്നത്. ശരീരം നല്ല പുഷ്ടിയായി. തദ്ദേഹ പരതപോഷ അഭി, ആരോ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം എന്തോ ചിലതിങ്ങനെ വലുതും കഴിക്കും, ആരെങ്കിലും വായിൽ കൊണ്ട് കൊടുത്താൽ കഴിക്കുക. നിത്യാരൂഢ സമാധിത്വം എന്നുള്ള അവസ്ഥയ്ക്ക് അതിന് മുമ്പത്തെ അവസ്ഥയാണ് പറയുന്നത്. പലപ്പോഴും ആരെങ്കിലുമൊക്കെ വല്ലതും ഭക്ഷണം കൊണ്ടു കൊടുത്താൽ അതുകൊണ്ട് കഴിക്കും. തദ്ദേഹ പരതപോഷ, പരന്മാർ ആരോ കൊണ്ടുവന്ന് പോഷിപ്പിക്കുന്നതാണ്. തദ്ദേഹ, ഇവരിങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഭക്ഷിപ്പിക്കും. അത് ദേഹമാണെന്ന് ഭക്ഷിക്കുന്നത്, താനാണെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. തദ്ദേഹ പരതപോഷ, ഇങ്ങനെ ആയിട്ട് പോലും ആകൃശഃ, കൃശമല്ലാതെയായി. ആകൃശഃ ഒരുവിധം പുഷ്ടിപ്പെട്ടത് തന്നെയായിരുന്നു ആകൃശഃ. എന്താ കാരണം എന്നാണെങ്കിൽ ആദ്യസംഭവ, ആദി എന്നുള്ളത് തീരെ ഇല്ലാതെയായി. ആനന്ദാവസ്ഥയായതോടുകൂടി എന്തായി? ശരീരം പുഷ്ടിപ്പെട്ടു. തദ്ദേഹ പരതപോഷോപി ആകൃശഃ ചിത്ത ആദ്യസംഭവ, ആദി സംഭവിച്ചതേ ഇല്ല, ആദി തീരെ ഇല്ല. ഒരു സങ്കടവും ഒരു സമയത്തും ഇല്ല എന്ന് വെച്ചാൽ അത് ബഭൗ. പക്ഷെ ഇതിന്റെ അവസ്ഥ എന്താണ്? മലയിലവച്ഛന്ന, പക്ഷെ ആകെ ചളി പിടിച്ച്, നേരത്തെ പറഞ്ഞല്ലോ അഭീഷ്ണാവഗാഹ കപിശങ്ങളായ കുടിലാളകങ്ങളൊക്കെ ജട പിടിച്ചു എന്ന് പറഞ്ഞില്ലേ. കുടിയും വൃത്തിയാക്കലും അലങ്കരിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒക്കെ ഇവരുടെ തേജസ് എന്താണെന്നുള്ളത് പുറത്തേക്ക് കാണില്ല. അത്രേ മലയിലവച്ഛന്ന സധൂമ ഇവ ഭാവക, പുക കൊണ്ട് മൂടിയ അകത്തുള്ള അഗ്നി എന്ന പോലെ. പുക മാത്രമേ കാണുന്നുള്ളൂ, അകത്ത് അഗ്നിയുള്ളത് പുക കാരണം കാണില്ല, പക്ഷെ അഗ്നി എത്തുന്ന അറിയാം. അതുപോലത്തെ അവസ്ഥയാണ് ഇവരുടെ ഉണ്ടായിരുന്നത്. തദ്ദേഹ പരതപോഷോവി അകൃശഃ ച ആദ്യസംഭവ ബഭൗ മലൈരവച്ഛന്ന സധൂമ ഇവ ഭാവക. എന്നിട്ട് സ്വാംഗം തപോയോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തം നബുബുധേ വാസുദേവ പ്രവിഷ്ടധീ. വാസുദേവൻ പ്രവേശിച്ച ബുദ്ധിയുള്ളൂ. ഇങ്ങനെയായിട്ട് എന്താ ഈ അവസാനം? സ്വാംഗം, തന്റെ ശരീരം, തന്റെ അംഗം, തപോയോഗമയം, ഈ സമയം കൊണ്ട് ആ സിദ്ധാവസ്ഥയിലെത്തുന്നതോടുകൂടി ശരീരമെല്ലാം തപോയോഗമയമായി തീർന്നു. ശരീരത്തിൽ പഞ്ചഭൂതങ്ങളും കാര്യങ്ങളൊന്നുമല്ല, മുഴുവൻ യോഗമയമായി തീർന്നു. ഏതോ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാണത്. അപ്പോ മുക്തകേശം, മുടിയൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ പോയിരിക്കും. ഗതാംബരം, ചില സമയത്ത് വസ്ത്രമൊക്കെ എവിടെ ഊരിപ്പോയിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. എവിടെയാണ് കിടക്കുന്നതെന്നോ ആരെങ്കിലും ഇതിനെ സംരക്ഷിക്കുന്നുണ്ടെന്നോ താൻ തന്നെ സംരക്ഷിക്കേണ്ടത് ഒന്നുമില്ല. ദൈവഗുപ്തം, ദൈവം എവിടെ കൊണ്ടിടണോ, സംഗതി വെച്ചാൽ എവിടെ ചെന്ന് കിടക്കണോ അതവിടെ കിടക്കും. അല്ലാതെ കണ്ട് ഒരു വിധത്തിലുള്ള സംരക്ഷണവുമില്ല. പ്രകൃതി ശക്തികളിൽ നിന്നുള്ള സംരക്ഷണം പോലുമില്ല, ഒന്നുമില്ല. ദൈവഗുപ്തം നബുബുധേ, അതിനെക്കുറിച്ചുള്ള ബോധം തന്നെ ഇല്ലാതെയായി തീർന്നു. ദൈവഗുപ്തം നബുബുധേ, കാരണം ഈ സമയം കൊണ്ട് അവസാനത്തെ ഘട്ടം പറയാണ്
വാസുദേവ പ്രവിഷ്ടധീ. ധീ എന്നുള്ളത് അന്ധഃകരണം മുഴുവൻ തന്നെ ഭഗവാനിലേക്ക് പ്രവേശിച്ച് ഭഗവാൻ തന്നെ ആയിത്തീർന്നിരുന്നു. ഏവം സാ കപിലോക്തേന മാർഗേണ ഏവം സാ കപിലോക്തേന മാർഗേണ അഹിരതഃ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തം അവാപ. അർത്ഥം പറയണ്ടല്ലോ. ഏവം സാ കപിലോക്തേന മാർഗേണ അചിരതഃ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപ. ശരി, അതുവരെ ഒന്ന് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കാം. ചേർന്ന് വായിച്ചു, ഒന്നിച്ചുകൊണ്ട് വായിക്കാം. സാചാപിതനയോ അല്ല ഇതി പ്രദർശിച്ചോട്ട് വായിച്ചോ. ഇതി പ്രദർശ്യ ഭഗവാൻ സതീന്താത്മനോ ഗതിം സ്വമാത്രാ ബ്രഹ്മവാദിന്യ കവിരോണുമതോ യയോ. ആത്മാനം ചോഗ്രതവസാദിനം കൃഷം യോഗവിജൃംഭിതം പ്രാപ്യം വൈമാനികൈരഴി. അയത്നേന നിഭാഷ്യയാദാരുക്മപരിച്ഛദാഃ ആസനാനി ച ഹൈമാനി സ്വച്ഛസ്ഫടികഗുണ്യേഷു മഹാമാരകദേഷു ച രത്നപ്രദീപാവാന്തിരത്നസംയുതാഃ. ധ്യാനം കുസുമിതൈരമ്യം ഭക്വമരദ്രുമൈഃ പൂജതിമംഗമിതുലം ഗായന്മത്തമധുവ്രതം യത്ര പ്രവിഷ്ടമാത്മാനം വിബുധാനുചരാബ്ജുഃ വാക്യാമുത്പലഗന്ധിന്യാം കർമ്മേനോപരാളിതം ഹിത്വാ തദീപ്സിതസമാപ്യാപരയോഷിതാം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാ പരം പ്രവ്രജിതേ പത്യാവപത്യായരാതുരാ നാദതത്വാപ്യമൂനഷ്ടേ വസ്ത്രേ ഗൗരിവത്സല തമേവ ധ്യായതീദേവമപത്യം കപിലം ഹരിം ബഭൂവാശിരതോ വത്സാ നിഷ്പൃഹാതാദൃശേ ഗൃഹേ ധ്യായതീ ഭഗവദ്രൂപം യഥാ മധ്യാനഗോചരം സുതപ്രസന്നവദനം സമസ്തം യസ്തചിന്തയാ ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ ബലീയസാ യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാ വിശുദ്ധേന തദാത്മാനമാത്മനാ വിശ്വതോമുഖം സ്വാനുഭൂത്യാ തിരോഭൂതമായാ ഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമതിർഭഗവത്യാത്മസംശ്രയേ നിവൃത്തജീവാപത്തിത്വാ ക്ഷീണക്ലേശാത്മനിർവൃതി നിത്യാരൂഢസമാധിത്വാത് പരാവൃത്തഗുണഭ്രമ ന തസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടമിവോത്തിതഃ തദ്ദേഹപരപുരുഷോപ്യകൃതശ്ചാഭ്യസംഭവ പ്രഭോമനൈരവച്ഛന്നഃ സർവമൈവ പാവകഃ. സ്വാംഗന്ധമോ യോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തം ന ഭൂദേവാഹുലേവ പ്രവിഷ്ടതി. ഏവം സാ കപിലോക്തേന മാർഗേണാചിരതഃ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപഃ. തദ്വീരാശി പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യവിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധിമുപേയുഷി. തസ്യോഗവിദുതമായം സത്യമഭൂത്. ശരി, ഏവം സാ കപിലോക്തേന മാർഗേണ അചരതഃ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തം അവാപ. തത് വീര ആസീത് പുണ്യതമം ക്ഷേത്രം. ആ ദേവഭൂതി ഭഗവാനെ പ്രാപിച്ച സ്ഥലം, ആ ദേഹത്യാഗം ചെയ്ത ആ സ്ഥലം ത്രൈലോക്യ വിശ്രുതമായിട്ട്
മൂന്ന് ലോകങ്ങളിലും വിസ്തൃതമായി തീർന്നു ആ ക്ഷേത്രം, ആ സ്ഥലം വിസ്തൃതമായി തീർന്നു, പ്രസിദ്ധമായി തീർന്നു. ആ സ്ഥലത്തിന് ഒരു പേര് പറഞ്ഞു, താമ്ന സിദ്ധപദം. സിദ്ധപദം എന്നുള്ള പേരിൽ പിന്നീട് പ്രസിദ്ധമായി തീർന്നു. ബിന്ദു സരസിന്റെ തീരത്തുള്ള ഈ സ്ഥലം സിദ്ധപദം എന്നുള്ള പേരിൽ പിന്നീട് പ്രസിദ്ധമായി തീർന്നു. യത്ര സാ സംസിദ്ധി ഉപേയുഷി, യാതൊരു സ്ഥാനത്താണോ ദേവഹൂതി സിദ്ധിയെ നേടിയത്, ഭഗവാനിൽ ചേർന്ന് ലയിച്ചു എന്ന് പറഞ്ഞല്ലോ, ഭഗവന്തമവാവ എന്ന് പറഞ്ഞല്ലോ, ആ സംസിദ്ധിയെ പ്രാപിച്ചതായ സ്ഥലം, ആ സ്ഥാനത്തിന്, ആ സരസ്വതി തീരത്തുള്ള ആ സ്ഥാനത്തിന് സിദ്ധപദം എന്ന പേര് കിട്ടി. ആ പേരും ആ സ്ഥാനവുമെല്ലാം വളരെ പ്രസിദ്ധമായി തീർന്നു. ഒക്കെ വരുന്നൊക്കെ പറയും, കഥകളൊക്കെ പലതും പറയും. തസ്യാസ്തദ്യോഗവിധുതമാർത്യം, മർത്യം, മർത്യം എന്നുള്ള വാക്കിനിവിടെ ശരീരം എന്നർത്ഥം, മർത്യം എന്നുള്ള വാക്കിന് ശരീരം അർത്ഥം. തസ്യാഹ മർത്യം, അവളുടെ ശരീരം, ദേവഹൂതിയുടെ ശരീരം. യോഗവിധുതമാർത്യം, യോഗം കൊണ്ട് വിധുതമാർത്യം. മർത്യന് സാധാരണ ഉണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ്? പാപങ്ങളോ മലങ്ങളോ ബാക്കിയുള്ള എന്തെല്ലാം വെച്ചാൽ ബാക്കിയെല്ലാം ചേർന്ന് മർത്യന് മാത്രമുള്ള അതിനെയെല്ലാം തൂത്തുകളഞ്ഞ എന്ന് പറഞ്ഞാൽ യോഗം കൊണ്ട് ഇവരുടെ ശരീരം ഇതായി തീർന്നു എന്ന് പറഞ്ഞില്ലേ, തപോയോഗമയമായി തീർന്നു സ്വാംഗം എന്ന് പറഞ്ഞില്ലേ. അതോടുകൂടി മനുഷ്യ ശരീരത്തിന് സാധാരണ ഉണ്ടാകുന്നതായിട്ടുള്ള ആ മാലിന്യങ്ങളോ ബാക്കിയുള്ള സർവ്വതും അതിന്റെ സകല സ്വഭാവങ്ങളും വിട്ടുപോയതായിരുന്ന അവളുടെ ശരീരം എന്നർത്ഥം. യോഗവിധുതമാർത്യം, മനസ്സിലായ അർത്ഥം? യോഗവിധുതമാർത്യം. അങ്ങനെയുള്ള ശരീരം എന്തായി? അഭൂത് സരിത്, അത് സരിത് അഭൂത്, അതൊരു നദിയായി മാറി. ഇവരുടെ ശരീരം ഒരു നദിയായി മാറി. തസ്യാസ്തദ് യോഗവിധുതമാർത്യം മർത്യം അഭൂത് സരിത് എന്ന് പറയുന്നു. സരിത് അഭൂത്, അതും ഒരു വിശിഷ്ടമായിട്ടുള്ള നദിയാണ്. സ്രോതസാംപ്രവര, നദികളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നദിയാണ്. അതിന്റെ പേരെന്താണെന്ന് അറിയില്ല. സ്രോതസാംപ്രവര സൗമ്യ സിദ്ധിത, ആ നദി, ആ സ്രോതസ് നീരൊഴുക്ക് സിദ്ധിത, അതിൽ കുളിച്ചാൽ അതിനെ ഉപസേവിച്ചു കഴിഞ്ഞാൽ സിദ്ധി കിട്ടും എന്ന് പറയുന്നു. സിദ്ധിത, അതേ കാരണം കൊണ്ട് തന്നെ സിദ്ധസേവിത, സിദ്ധന്മാർ വന്ന് ആ ദേവഹൂതിയുടെ ശരീരം നദിയായി മാറി എന്ന് പറഞ്ഞല്ലോ, ആ നദി അവരെ ആശ്രയിക്കാറുണ്ട്. അതിൽ വന്ന് സ്നാനം ചെയ്യുക, ആചമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. സിദ്ധന്മാർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ദേവഹൂതിയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇനി കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാ മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീജീം ദിശം. കപിലനും എന്തു ചെയ്തു? അച്ഛന്റെ ആശ്രമത്തിൽ നിന്ന് പിതുഹ ആശ്രമാ മാതരം സമനുജ്ഞാപ്യ, അമ്മയോട് വിട പറഞ്ഞിട്ട് പ്രാഗുദീജീം ദിശം ചെയ്യും. പ്രാഗുദീജി എന്നുള്ള വാക്കിന് വടക്ക് കിഴക്ക് നഷ്ടം. പ്രാഗുദീജി വടക്ക് കിഴക്ക് ദിക്കിലേക്ക് യയവും പോയി. കപിലൻ പോയത് വടക്ക് കിഴക്കേ ദിക്കിലേക്കാണ് പോയത്. കപിലൻ ചിരഞ്ജീവിയാണെന്ന് പറയുന്നു. അദ്ദേഹം സിദ്ധചാരണ ഗന്ധർവൈ മുനിഭി ച അപ്സരോഗണൈ സ്തൂയമാന. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, മുനിമാര്, അപ്സരോഗണങ്ങൾ ഇവരെല്ലാം അദ്ദേഹത്തെ സ്തുതിച്ചിരുന്നു. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ഇവര് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സ്തുതിക്കും. സ്തൂയമാന. അവസാനം സമുദ്രേണ ദത്ത അർഹണ നികേതന, വടക്ക് കിഴക്ക് ദിക്കിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അവിടെ സമുദ്രതീരത്തെത്തിയതോടുകൂടി വരുണ ഭഗവാൻ, സമുദ്രം തന്നെ അദ്ദേഹത്തെ വന്ന് സ്വീകരിച്ചു. ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് ഒരു നികേതനം, സൗകര്യം ഒരുക്കി കൊടുത്തു. സമുദ്രത്തെ അന്തർഭാഗത്ത് അദ്ദേഹത്തിന് വസിക്കാനുള്ള സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നു. ദത്ത അർഹണ നികേതന, ബഹുമാനം കൊടുത്തു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള നികേതനവും വാസസ്ഥാനവും കൊടുത്തു. അവിടെ ആസ്തേ യോഗം സമാസ്ഥായ, അദ്ദേഹം യോഗിയായിട്ട് ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. ആസ്തേ ഇരിക്കുന്നു, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആസ്തേ യോഗം സമാസ്ഥായ സാഖ്യാചാര്യയിൽ അഭിഷ്ടുത, സാഖ്യാചാര്യന്മാർ അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. പ്രജാണാമപി ലോകാനാമുപശാന്തി, മൂന്ന് ലോകത്തിനും ശാന്തി ലഭിക്കാനായിക്കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ സമാഹിതനായിട്ട്, എന്നുവെച്ചാൽ സമാധിസ്ഥനായിട്ട്, സദാ മിക്ക സമയത്തും സമാധിസ്ഥനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ് എന്ന് പറയാണ്. ആസ്തേ യോഗം സമാസ്ഥായ സാഖ്യാചാര്യൈരഭിഷ്ടുത
പ്രജാണാമപി ലോകാനാം ഉപശാന്ത്യൈ സമാഹിത. ഈ പ്രകരണം അവസാനിപ്പിക്കുകയാണ് ഇവിടെ മൈത്രേയൻ വിദുരനോട് പറയാണ്. ഏതം നിഗദിതം ദാത യത് പൃഷ്ട അഹം തവ അനഘ കപിലശ്ച സംവാദ ദേവഭൂത്യാശ്ച പാവന. കപിലന്റെ ദേവഭൂതികരെയും സംവാദം ഞാനിതാ അങ്ങയ്ക്ക് വിദുര ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു പറയാണ്. യ ഇതമനുസൃണോതി യാതൊരുത്തനിതിനെ കേൾക്കുന്നു, യഹ അഭിധത്തെ യാതൊരുത്തനിതിനെ പറയുന്നു. ഇതിനെ കപിലമുനേർ മതം ആത്മയോഗ ഗുഹ്യം, ആത്മയോഗമെല്ലാം അടങ്ങിയിട്ടുള്ളതായ കപിലമുനിയുടെ ഈ ചരിത്രത്തെ പറയുന്നത് അവൻ ഭഗവതി കൃതധീഹി ഭഗവാനെ മനസ്സ് ചെന്ന് ചേർന്ന് ഏത് ഭഗവാൻ? സുവർണകേതവും ഭഗവതി, സുവർണകേതുവായ ഭഗവാന്. സുവർണൻ വെച്ചാൽ ഗരുഡൻ, കേതു കൊടിയടയാളം. കേതു എന്ന് പറഞ്ഞാൽ കൊടിയാണ്, കൊടിയിലത്തെ തുണിയുടെ ഭാഗത്തിന് കേതു, മറ്റേത് ധ്വജം എന്ന് പറയും. ഇവിടെ സുവർണകേതു രണ്ടിനും ചേർന്ന് ധ്വജം ദൂരത്തുണ്ട്. സ്തംഭം കേതു. കേതു കേതു എന്നുള്ള വാക്കിന് കൊടിക്കൂറ എന്ന് പറയുന്ന ആ തുണിയുടെ ഭാഗത്തിനാണ് കേതു എന്ന് പറയാം. സുവർണകേതു, സുവർണ അടയാളമുള്ള സുവർണൻ ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്താ? വിഷ്ണു ഭഗവാന്റെ അർത്ഥം. ഭഗവതി കൃതധീ സുവർണകേതൗ ഉപലഭതേ ഭഗവത് പദാരവിന്ദം. ഭഗവത് പദാരവിന്ദത്തിൽ കാണാനിടയാകുന്നു. ഉപലഭത്തെ ഭഗവത് പദാരവിന്ദത്തെ കാണും, അല്ലെങ്കിൽ ഭഗവത് പദാരവിന്ദത്തെ പ്രാപിക്കും, അത് ലഭിക്കും, അതിൽ ചെന്നു ചേരും എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ഉപലഭത്തെ ഇതമനുസൃണോതി യഹ അഭിധത്തെ കപിലമുനേർമതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതധീഹി സുവർണകേതൗ ഭഗവതി സുവർണകേതവും ഭഗവതി കൃതധീഹി. സുവർണകേതുവായ ഭഗവാനിൽ മനസ്സ് ചെന്നു ചേർന്ന് അവിടെ തന്നെ മനസ്സുറച്ച് ക്രമേണ ഭഗവത് പദാരവിന്ദം ഉപലഭത്തെ ഭഗവാന്റെ പദാരവിന്ദത്തെ ചെന്നു ചേരുന്നു എന്നോ ഭഗവത് പദാരവിന്ദത്തെ കാണാനിടയാകുന്നു എന്നൊക്കെ അർത്ഥം പറയാം. ഉപലഭത്തെ ഭഗവത് പദാരവിന്ദം. അപ്പോ 31 ശ്ലോകം തൊട്ട് വായിച്ചിട്ട് നമുക്ക് നിർത്താം. തദ്വീരാസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യവിശ്രുതം നാംനാസിദ്ധപദം യത്ര സാസം സിദ്ധിമുപേയുഷി തസ്യാസ്തദ്യോഗവിധുരമാദ്യം മർത്യമഭൂത്സരിൽ സ്രോതസംപ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധനൈരാ കപിലോപി മഹായോഗി ഭഗവാൻ വിദുരാശ്രമാൻ മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചേന്തിസംയയോ സിദ്ധചാരണഗന്ധർവൈർമുനിഭിശ്ചാപ്തരോഗണൈഃ സൂയമാനഃസമുദ്രേണ ആസ്തേ യോഗം സമാസ്ഥായ സാംഖ്യാചാര്യൈരഭിഷ്ടുതഃ ഏതന്നിഗദിതം ദാത യത്കൃഷ്ടോഹം ദവാനഘ കപിലസ്യ സംവാദോ ദേവഭൂത്യാശ്ച ഭാവനഃ യൈദമനുസൃണോതി തേ കപിലമുനേർമതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതധീ സുവർണകേതാ ഉപലഭതേ ഭഗവത്പദാരവിന്ദം. സംഹിതായാം സന്ദേ വ്യാഖ്യാനേ ഓം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈരോ വേദയഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമജാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഭവേ ഭവേ യഥാ ഭക്തിപാദയോസ്തവ ജായതേ തഥാ ഗുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം വരം.